ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറിനും ഷാലോം ഗോസ്പൽ മിനിസ്ട്രീസ് കണ്ണൂരും സംയുക്തമായി മാസത്തിന്റെ എല്ലാ അവസാനത്തെ ശനിയാഴ്ചകളിലും നടത്തിവരുന്ന സംഗീത ശുശ്രൂഷയാണ് ഇന്ന് മഹോന്നതനാം യേശുവേ എന്ന പേരിൽ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ നടത്തപ്പെടുന്നത്. ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം ആദ്യമായി അറിയിക്കുകയും ചെയ്യുകയാണ്. ദൈവം ധാരാളമായി നമ്മെ സഹായിക്കട്ടെ. ഇന്ന് എം ഇ ചെറിയാൻ സാറിൻ്റെ മനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ശുശ്രൂഷയും അതോടൊപ്പം തന്നെ ചെറിയാൻ സാറിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയും അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ ദാസൻ ജേക്കബ് കരവാട്ട എന്ന ദേവദാസന്റെ അനുഭവ സാക്ഷ്യവും നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. ആദ്യോടന്തം യാതൊരുവിധമായ പ്രയാസങ്ങളും കൂടാതെ ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി നടക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഗാനങ്ങൾ ആലപിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് ആവശ്യമായിരിക്കുന്ന ദൈവകൃപ ലഭിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഈ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസനും അതോടൊപ്പം തന്നെ ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് അവർക്ക് തടസ്സം കൂടാതെ ജോയിൻ ചെയ്യുവാനും, അതുമാത്രമല്ല കാലാവസ്ഥയുടെ പ്രതികൂലമായ സാഹചര്യങ്ങൾ പല സ്ഥലങ്ങളിലുമുണ്ട്. ആർക്കും യാതൊരു വിധമായ സാങ്കേതിക പ്രയാസങ്ങൾ കൂടാതെ ജോയിൻ ചെയ്യുവാൻ ഇടയായിത്തീരുന്നതിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ധാരാളമായി സഹായിക്കട്ടെ. ഇപ്പോൾ കാലിഫോർണിയയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ PA ജോൺസ പ്രാർത്ഥിച്ച് നമ്മുടെ ഈ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. അതിനായിട്ട് ജോൺ സാറിനെ ക്ഷണിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ നാമമഹത്വത്തിനു വേണ്ടി അവിടുത്തെ മക്കൾ വിവിധ നിലകളിൽ ക്രമീകരിച്ചിട്ടുള്ള ഈ ശുശ്രൂഷകളെ അവിടുന്ന് ആദരിച്ചു. കഴിഞ്ഞ നാളുകളിൽ ദീർഘനാളുകളായി എല്ലാ മാസത്തിന്റെ ഒടുവിലത്തെ ശനിയാഴ്ച ഇങ്ങനെ ഒരു ക്രമീകരണം ഉണ്ടാകുവാൻ അവിടുന്ന് സഹായിച്ചതോർത്ത് ഞങ്ങൾ തിരുമേനി സ്തുതിക്കുകയാണ്. കർത്താവെ, ഈ മാധ്യമങ്ങളൊക്കെ സൂമിന്റെ സഹായത്തിലും അവിടുത്തെ നാമമഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സാവകാശത്തിനായിട്ട് സ്തോത്രം. എല്ലാ സംവിധാനങ്ങളെയും അവിടുന്ന് കാക്കുകയും ഈ പ്രോഗ്രാം തീരുവോളം ദൈവത്തിന്റെ കൃപയും പരിപാലനവും ഞങ്ങൾക്ക് തന്ന് സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇപ്പോഴും ഓർത്തതുപോലെ കർത്താവെ, പ്രിയ തെളിവ് ശ്രമിക്കുന്ന പ്രിയ ചെറിയാൻ സാറിന്റെ ചില ഗാനങ്ങൾ കർത്താവെ കോർത്തിണക്കിക്കൊണ്ട് നടക്കുന്ന ഈ പ്രോഗ്രാമിൽ കർത്താവിന്റെ വിലയേറിയ നാമത്തെ ഉയർത്തുവാൻ വേണ്ടി ചെയ്യുന്ന ഈ ഉദ്യമത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ചെറിയാൻ സാറിനെ കുറിച്ചുള്ള അനുസ്മരണവും അതുപോലെ സാക്ഷ്യവും ഒക്കെ ഞങ്ങൾ കേൾക്കുമ്പോൾ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ മീറ്റിംഗിൽ സംബന്ധിച്ച് അവിടുത്തെ നാമത്തെ ഉയർത്തുന്ന നല്ല ഗാനങ്ങൾ ആലപിക്കുന്ന അവിടുത്തെ മക്കളെ എല്ലാം ഞങ്ങൾ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവർക്കും ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും, കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളൊക്കെ ഉണ്ടെങ്കിലും കർത്താവെ, ഈ ശുശ്രൂഷയ്ക്ക് ഒരു ഭംഗവും വരുത്താതെ സ്വർഗത്തിലെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് സഹായിക്കണം എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ചുമതല വഹിക്കുന്ന സഹോദരങ്ങളെയൊക്കെ ഓർക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ നടത്തിയ അവിടുത്തെ ദയയ്ക്കും കൃപയ്ക്കും കരുണയ്ക്കുമായി നന്ദിയോടെ സ്തോത്രം. ഈ മീറ്റിംഗിൽ അടിയനും സംബന്ധിക്കുവാൻ തക്കവണ്ണം കർത്താവ് അനുവദിച്ച ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. മഹത്വം അങ്ങെടുക്കണമേ. ആദ്യോടന്തം അവിടുത്തെ സാന്നിധ്യത്തിന്റെ മറവിലിരുന്ന് ഞങ്ങളുടെ കർത്താവിനെ ഉയർത്തി കാണിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കണമേ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. പുതുതായി ജോയിൻ ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ ശുശ്രൂഷയെ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറൻ എന്നുള്ളത് ഓസ്ട്രേലിയയിലെ പെർത്തിൽ ബ്രദറൻകാരായിരിക്കുന്ന മലയാളികൾ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു കൂട്ടായ്മയാണ്.
അതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന കർത്താവിൻ്റെ ദാസനാണ് പ്രിയ ജോൺ ചെറിയാനെങ്കിൽ. അദ്ദേഹമാണ് ഈ സൂം ഹോസ്റ്റ് ചെയ്യുന്നത്. അനേക വർഷങ്ങളായി ഈ നിലയിലുള്ള ശുശ്രൂഷകൾ നിർവഹിക്കാൻ അടിയങ്ങൾക്ക് ദൈവം കൃപ നൽകുന്നു. അതിന് സൂമിൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു തരുന്നത് കർത്താവിൻ്റെ ദാസൻ ജോൺ ചെറിയാനെങ്കിളാണ്. അദ്ദേഹത്തെയും കുടുംബത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതവും ചെയ്യും. അതുപോലെ ഷാലോം ഗോസ്പൽ മിനിസ്ട്രീസ് എന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ നടക്കുന്ന ഒരു ടീം പ്രവർത്തനമാണ്. വിവിധ നിലകളിലുള്ള ശുശ്രൂഷകൾ കഴിഞ്ഞ നാളുകളിൽ അടിയങ്ങൾക്ക് ഈ കണ്ണൂർ ജില്ലയിൽ ചെയ്യുവാനായിട്ടിടയായി തീർന്നിട്ടുണ്ട്. ഇപ്പോഴും അത് തുടരുന്നു. ആ ശുശ്രൂഷയെ ഓർത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം എന്നപേക്ഷിക്കുന്നു. എല്ലാ മാസങ്ങളുടെയും അവസാനത്തെ ശനിയാഴ്ചകളിൽ നടത്തിവരുന്ന ഒരു ശുശ്രൂഷയാണ് ഇന്നും മഹോന്നതനാം യേശുവെ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എം ഇ ചെറിയാൻ സാറിൻ്റെ ഏതാനും ഗാനങ്ങളാണ് ഇന്ന് ഇവിടെ ആലപിക്കപ്പെടുന്നത്. കഴിഞ്ഞ നാളുകളിലൊക്കെയും അനേക ദൈവദാസന്മാരുടെ ഗാനങ്ങൾ, അതുപോലെ ദൈവദാസന്മാരുടെ വചന സന്ദേശങ്ങൾ, അനുഭവ സാക്ഷ്യങ്ങളൊക്കെയും ഈ മീറ്റിങ്ങിലൂടെ ഞങ്ങൾക്ക് മറ്റുള്ള സഹോദരന്മാരുടെ പ്രാർത്ഥനയ്ക്കും അവരുടെ അറിവിനും സഹകരണത്തിനുമൊക്കെയായി നിർവഹിക്കുവാനായിട്ട് ഞങ്ങൾക്കിടയായി തീർന്നിട്ടുണ്ട്. തുടർന്നും ആ നിലയിലുള്ള ശുശ്രൂഷകൾ തുടർന്നു കൊണ്ടുപോകുവാനായിട്ട് ആവശ്യമായിരിക്കുന്ന ദൈവകൃപ ലഭിക്കേണ്ടതിനായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം ധാരാളമായി നമ്മെ സഹായിക്കട്ടെ. ഇന്ന് ഇവിടെ ഗാനങ്ങൾ ആരംഭിക്കുന്ന പ്രിയപ്പെട്ടവർ ബ്രദർ സജീവ് മാത്യു മെൽബൺ, ബ്രദർ ലിജോ ജോർജ് കാനഡ, Brother Philip K. Andrews, Dallas, Brother Roy Philip and Sister Anita, New York, Brother Jijo Thomas, Atlanta, Brother Joyson and Brother Abin Daj, Perth, Sister Joanna Bijoy, Bahrain, Sister Ann Esther Alex Bilai എന്നീ പ്രിയപ്പെട്ടവരാണ്. ഈ സഹോദരി സഹോദരന്മാരെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ എം ഇ ചെറിയാൻ സാറിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുന്നതിന് വേണ്ടി സാറിൻ്റെ മകൻ പ്രിയ ജോൺ ചെറിയാനെങ്കിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതവും ചെയ്യുകയാണ്. അതുപോലെ ഇന്ന് അനുഭവ സാക്ഷ്യം പങ്കുവെക്കുവാനായിട്ട് നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുന്നത് ന്യൂയോർക്കിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ജേക്കബ് കരുവാട്ടയങ്കളാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെയും ഈ ശുശ്രൂഷയോടുള്ള ഈ മീറ്റിംഗിൽ സജീവമായി പങ്കെടുക്കുകയും ഞങ്ങളുടെ എല്ലാ കുടിലുകളിലും സംബന്ധിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസനാണ് പ്രിയ ജേക്കബ് അങ്കിൾ. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് തൻ്റെ അനുഭവ സാക്ഷ്യം നമ്മുടെ ആത്മീയ ഉന്നമനത്തിനും നമ്മുടെ ഉണർവിനും ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ശ്രമിക്കാവുന്നതാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതവും ചെയ്യുകയാണ്. അതുപോലെ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതനായ കർത്താവിൻ്റെ ദാസൻ പ്രമോദ് തോമസ് അവർകളാണ്. കഴിഞ്ഞ നാളുകളിൽ ഈ ശുശ്രൂഷ വളരെ ഭംഗിയായി അനേക പ്രാവശ്യം ലീഡ് ചെയ്യുവാനായിട്ട് കർത്താവിൻ്റെ ദാസനെ ബലപ്പെടുത്തി. ഈ നാളുകളിൽ വളരെയധികം കർത്താവിന് വേണ്ടി എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസന് ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുവാനായിട്ട് ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും തുടർന്ന് ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുകയും ചെയ്യുക. താങ്ക് യു റിജോയ് ബ്രദർ. കർത്താവിനെല്ലാ മഹത്വം അർപ്പിക്കുന്നു. ഓസ്ട്രേലിയയിലെ പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറിനും കണ്ണൂർ ഷാലോം ഗോസ്പൽ മിനിസ്ട്രീസും ചേർന്നൊരുക്കുന്ന ഈ മനോഹരമായ സംഗീത സായാഹ്നം മഹോന്നതനാം യേശുവേ എന്ന് തുടങ്ങുന്ന മനോഹരമായ സംഗീത സായാഹ്നം നമ്മളിവിടെ പ്രാർത്ഥനാപൂർവം ആരംഭിക്കുകയാണ്. നമുക്കറിയാം, നാം എത്രയോ ആവർത്തി എം ഇ ചെറിയാൻ സാറിൻ്റെ ഗാനങ്ങൾ കേൾക്കുന്നു, ആസ്വദിക്കുന്നു, പാടുന്നു, ആശ്വസിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ആ ഗാനങ്ങളുടെ
ആസ്വാദനം ഒരിക്കൽ കൂടെ ഈ പ്ലാറ്റ്ഫോമിൽ മുഴങ്ങുമ്പോൾ ഒരു കൊച്ചു മനുഷ്യനെ ദൈവം എത്ര വലുതായി ഉപയോഗിച്ചു, ദൈവകരങ്ങളിൽ സ്വയം സമർപ്പിക്കുന്ന ഒരു ജീവിതത്തെ ദൈവം എത്രയോ തലമുറകൾക്ക് ശേഷവും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് നന്ദി പറയാനുള്ള അവസരമാണ്. പ്രത്യേകിച്ച് പ്രിയ കർത്താവിന്റെ ദാസൻ ജോൺസ് ചെറിയാനങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ പ്ലാറ്റ്ഫോമിലുണ്ടല്ലോ. എം ഇ ചെറിയാൻ സാറിനെ സ്നേഹിക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവർ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സായാഹ്നം വളരെ പ്രാർത്ഥനയോടുകൂടെ ആ ദൈവദാസൻ രചിച്ച മനോഹരമായ ഗാനങ്ങൾ, നമുക്കെല്ലാവർക്കും ആ ഗാനങ്ങളുടെ ഒക്കെ പിന്നിലെ അനുഭവ പശ്ചാത്തലം പല ആവർത്തി കേട്ടിട്ടുള്ളവരാണ്. നമ്മൾ ഇതേ പ്ലാറ്റ്ഫോമിലൂടെ അതേ MEC ഗാനങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി പിന്നെയും ആ ഗാനങ്ങൾ കേൾക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുവാൻ, അതിലൂടെ ദൈവനാമം ഒരിക്കൽ കൂടെ മഹത്വപ്പെടുവാൻ കാരണമായി തീരട്ടെ. ദൈവം ഉപയോഗിച്ച ആ ധന്യനായ ദൈവദാസനെ, അദ്ദേഹത്തിന്റെ ധന്യമായ ജീവിതത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിനെല്ലാം മഹത്വം അർപ്പിച്ച് ആരംഭിക്കാം. നമുക്കറിയാം, TK സാമുവൽ സാറിനെ കുറിച്ച് നാം ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഗാനരചന എന്ന് പറയുന്നത് ക്രിസ്തു മഹാത്മ്യത്തിൽ കേന്ദ്രീകൃതമായ ഒരു ഗാനരചനയാണ്. എന്തോ ഒരു അത്ഭുത പുരുഷൻ ക്രിസ്തു എന്ന് അദ്ദേഹം എഴുതുമ്പോൾ സമാനതകളില്ലാത്ത ക്രിസ്തു മഹത്വമാണ് നമ്മൾ അതിലൂടെ കാണുന്നത്. എന്നാൽ അതുപോലെ തന്നെ ME ചെറിയാൻ സാറിന്റെ ഗാനങ്ങളിലും യേശുക്രിസ്തുവിന്റെ മഹത്വം മനോഹരമായിട്ട് വരച്ചു കാണിച്ച ഒരു ദൈവദാസനാണ് ME ചെറിയാൻ സാറ്. അദ്ദേഹത്തിന്റെ ആ വരികൾ സുന്ദര രക്ഷകനെ എന്ന് അദ്ദേഹം പാടുമ്പോൾ ആ കർത്താവിന്റെ മഹത്വത്തെ എത്രയോ വലുതായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഏറ്റുപാടുന്ന മനോഹരമായ ഒരു ആരാധനാ ഗാനത്തോടുകൂടെ നമുക്ക് ഈ സായാഹ്നത്തിലെ സംഗീത ശുശ്രൂഷ ആരംഭിക്കാം. മഹോന്നതനാമേശുവേ, രാജാതിരാജാവേ, സമ്പൂർണ്ണ ദൈവമനുഷ്യൻ നീ വാഴുക. അവിടെ ആ മനോഹരമായ ആരാധനാ ഗാനം കർത്താവിന്റെ വിലയേറിയദാസൻ ഫിലിപ്പ് കെ ആൻഡ്രൂസ് തുടർന്ന് ആലപിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ME ചെറിയാൻ സാറിന്റെ ഹൃദയത്തിന്റെ ഒരു ആഗ്രഹം കൂടെ അദ്ദേഹം ആ ഗാനത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. നീ ജയിച്ചപ്പോൾ ഞങ്ങളും ജയിച്ചു വാഴുവാൻ, ജയാളിയായി ജീവിക്കും നീ വാഴുക. കർത്താവെ, നീ ജയിച്ചതുപോലെ ഞങ്ങളും ഒന്ന് ജയജീവിതം നടത്താനായിട്ട് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വാഴണം എന്ന ആഗ്രഹത്തോടെ, ആ സമർപ്പണത്തോടെ നമുക്ക് ആ മനോഹരമായ ഗാനം ശ്രദ്ധിക്കാം. കർത്താവിന്റെ ദാസൻ ഫിലിപ്പ് കെ ആൻഡ്രൂസ് ആലപിക്കും. മഹോന്നതനാമേശുവേ, രാജാധിരാജാവേ, സമ്പൂർണ്ണ ദൈവമനുഷ്യൻ നീ വാഴ്ക, 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 വാഴ്ക യേശുവേ. വിണ്ണിൽ പ്രധാനിയായ നീ വിരോധികൾക്കായി മണ്ണിലിറങ്ങി മരിച്ചു നീ വാഴ്ക, 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 വാഴ്ക യേശുവേ.
ലോകം ജഡം പിശാചെന്ന ഘോരവൈരികളെ ജയിച്ചു കീഴടക്കി നീ വാഴ്ക 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 യേശുവേ. നീ ജയിച്ചപ്പോൾ ഞങ്ങളും ജയിച്ചു വാഴുവാൻ ജയാളിയായി ജീവിക്കും നീ വാഴ്ക 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 യേശുവേ. അവരുടെ ദാസനോട് നന്ദി പറയുന്നു. കർത്താവ് അതുകൊണ്ട് ബലപ്പെടുത്തട്ടെ, ധാരാളമായി ഇനിയും ഉപയോഗിക്കട്ടെ. നാം തുടർന്ന് MECയുടെ ഏറ്റവും പരിചിതമായ ഗാനം, നമുക്കെല്ലാവർക്കും ഏറ്റവും പരിചിതമായ ഗാനമാണ് തുണയെനിക്കേശുവേ. മധുര പട്ടണത്തിൽ ME ചെറിയാൻ സാറ് ചെന്നു. നമുക്കറിയാം, സഹ്യാദ്രിക്ക് അപ്പുറത്തേക്ക് പോകുന്ന ആദ്യ മിഷണറിയാണ് ME ചെറിയാൻ സാറ്. അവിടെ അദ്ദേഹത്തിന്റെ ഒരു 1/4 നൂറ്റാണ്ടത്തെ അധ്വാനത്തിന് ഒടുവിലാണ് അവിടെ വാണിയർ തെരുവിൽ ഒരു സഭാഹാളിനായിട്ട് സ്ഥലം വാങ്ങാനായിട്ട് ഇടയായി തീർന്നത്. അവിടെ ആ ഹോളിനോട് ചേർന്ന് പണിത 2 മുറികളിൽ ഒന്നിൽ ആണ് ആ കുടുംബം താമസം ആരംഭിച്ചത്. എന്നാൽ അല്പകാലത്തിനുള്ളിൽ തന്നെ ആ സഭയിലെ മൂപ്പന്മാര് ME ചെറിയാൻ സാറിനെതിരായിട്ട് ഒത്തുകൂടി 3 മാസത്തിനകം അദ്ദേഹം സഭാ കെട്ടിടം, സഭയിലെ വക കെട്ടിടത്തിൽ നിന്ന് താമസം മാറ്റണം എന്ന ഒരു പ്രമേയം പാസാക്കി. ഇതറിഞ്ഞ താൻ വളരെ ദുഃഖിതനായി തീർന്നു. 3 മാസത്തിന് മുൻപ് തന്നെ സഭകള് കെട്ടിടത്തിൽ നിന്ന് മാറിക്കൊള്ളാമെന്നും വേണമെങ്കിൽ മധുര പട്ടണം തന്നെ വിട്ടുപോകാമെന്നും അദ്ദേഹം സഭയിൽ പ്രസ്താവിച്ചു. ആ ദിവസങ്ങളിലൊന്നിൽ വളരെ ഹൃദയവേദനയിലൂടെ താൻ കടന്നുപോയ നിമിഷങ്ങളിൽ അദ്ദേഹം ഒരു പേപ്പറിന്റെ 2 വശങ്ങളിലായി 2 മനോഹരമായ അവിസ്മരണീയമായ 2 ഗാനങ്ങൾ അദ്ദേഹം എഴുതി. അതിൽ ഒരു ഗാനം നമുക്കേറെ പരിചിതമായ ഗാനമാണ്, പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ എന്ന് തുടങ്ങുന്ന ഗാനം. അതിന്റെ മറുവശത്ത് കണ്ണുനീര് വീണ ആ അക്ഷരങ്ങളിൽ നിന്ന് അദ്ദേഹം രചിച്ച വരികളാണ് തുണയെനിക്കേശുവേ കുറവിനി ഇല്ലതാൽ എന്ന് തുടങ്ങുന്ന ആ മനോഹരമായ സ്തോത്ര ആരാധന ഗാനം. പ്രിയപ്പെട്ടവരെ, ആ ഗാനം എത്രയോ ജീവിതങ്ങളെ, തുണയില്ലാതെ പോയ എത്രയോ ജീവിതങ്ങളെ അവരുടെ ജീവിതങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, അവിടുത്തെ ആശ്വാസം കാണുവാൻ ആ ഗാനത്തിലൂടെ എത്രയോ പ്രിയപ്പെട്ടവർക്കിടയായി. തുണ നഷ്ടപ്പെട്ടു പോയ എത്രയോ മണിക്കൂറുകളിൽ എത്രയോ ഭക്തന്മാർ ലോകത്തിന്റെ ഏതെല്ലാം കോണുകളിൽ നിന്ന് കർത്താവേ നീയാണ് എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ തുണയെന്ന് പാടി ആശ്വസിച്ചു. കാരണം എന്താണെന്നറിയാമോ? എത്രയോ തീവ്രമായ വേദനയിലൂടെ ആ ദൈവദാസൻ തന്റെ കണ്ണുനീര് കൊണ്ട് എഴുതിയ വരികളാണ് ആ വരികൾ. ആ വരികൾ മാഞ്ഞു പോകത്തില്ല, മറഞ്ഞു പോകത്തില്ല. കർത്താവിന്റെ വരവ് വരെ നിലനിൽക്കും, അനേകർക്ക് ആശ്വാസമായി തീരും. ആ മനോഹരമായ ഗാനം ഒരിക്കൽ കൂടെ നാം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ പിന്നിലെ അനുഭവത്തിന്റെ ആഴത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ആ ഗാനം തുടർന്ന് ശ്രദ്ധിക്കാം. ബ്രദർ ജോയ്സണും ബ്രദർ എബിൻസ് രാജും കൂടെ ആ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കും. തുണയെനിക്കേശുവേ കുറവിനില്ലാതാണ്.
തുണയിരിക്കേശുവേ കുറവിനിയുള്ളതാ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ തുണയിരിക്കേശുവേ കുറവിനിയുള്ളതാ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും അവനിലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും അവനിലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. തുണയെനിക്കേശുവേ കുറവിനിയുള്ളതാ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. പകയന്റെ കെണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും പകർന്നിടും കൃപമഴ പോ. പകയന്റെ കെണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും പകർന്നിടും കൃപമഴ പോ. തുണയെനിക്കേശുവേ കുറവിനിയുള്ളതാ അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. ശരണമവൻ തരും തൻ ചിറകുകളിൻ കീഴിൽ പരിചയം പലകയുമാ പരമനിപ്പാരിടത്തിൽ. ശരണമവൻ തരും തൻ ചിറകുകളിൻ കീഴിൽ പരിചയം പലകയുമാ പരമനിപ്പാരിടത്തിൽ. തുണയെനിക്കേശുവേ കുറവിനിയുള്ളതാ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ.
വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലഭൻ കാത്തിടുമേ. വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലഭൻ കാത്തിടുമേ. തുണ എനിക്ക് യേശുവേ, കുറവില്ലതാ. അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. ആകുലവേളകളിൽ ആപത്തു നാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ. ആകുലവേളകളിൽ ആപത്തു നാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ. തുണയെനിക്ക് യേശുവേ, കുറവിനിയില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. താങ്ക് യു സോ മച്ച്. വളരെ മനോഹരമായ ആലാപനത്തിന് പ്രിയ സഹോദരങ്ങളോട് നന്ദി പറയുന്നു. ദൈവം തുടർന്നും സഹായിക്കട്ടെ, ഉപയോഗിക്കട്ടെ. കർത്താവിന്റെ മഹത്വത്തിനായി ഇനി വേറെ പാടുവാൻ കർത്താവ് കൃപ നൽകട്ടെ. നാം ഓർത്തതുപോലെ മാനുഷികമായ എല്ലാ സങ്കേതങ്ങളും അസ്തമിച്ചു പോകുമ്പോഴും പ്രിയപ്പെട്ടവരെ, തൻ്റെ നിഴലിന്റെ മറവിൽ ഒരഭയം ഒരുക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായിട്ട് നിന്ന് നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. അവിടുന്ന് നമുക്ക് തുണയാണ്. അതോർത്ത് നമുക്ക് ദൈവത്തിനെല്ലാം മഹത്വം അർപ്പിക്കാം. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ എത്രയോ തീവ്രമായ അനുഭവങ്ങളാണ് എം ഇ ചെറിയാൻ സാറിന്റെ ഗാനങ്ങളുടെ പിന്നിലുള്ളത്. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ മറ്റൊരു നിമിഷത്തിൽ എഴുതിയ മറ്റൊരു ഗാനമാണ് നാം തുടർന്ന് കേൾക്കാനായിട്ട് പോകുന്നത്. തൻ്റെ പ്രിയപ്പെട്ടവൾ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടതിന് ശേഷവും പല നിലകളിലുള്ള വെല്ലുവിളികൾ താൻ നേരിടേണ്ടി വന്നു. അദ്ദേഹം വീണ്ടും വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ പറഞ്ഞു പരത്താനായിട്ട് ആരംഭിച്ചു. പല നിലയിലുള്ള പരിഹാസ ശബ്ദങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നത് താൻ കേൾക്കാനിടയായി. തൻ്റെ കുടുംബാംഗങ്ങളോട് പോലും അങ്ങനെ ആളുകൾ വിളിച്ചു പറയുന്നത് തന്നെ അറിയാനായിട്ടിടയായി തോന്നും. എന്നാൽ ആ നിമിഷങ്ങളിലൊന്നിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി: പരിചിതർ പലരും പരിഹസിച്ചെന്നാൽ പരിചിൽ നീ കൃപയാൽ പരിചരിച്ചെന്നെ, തിരിച്ചിറകടയിൽ മറച്ചിരുൾ തീരും വരേനിക്കരുളും അരുമയോടഭയം. പ്രിയപ്പെട്ടവരെ, ആ മനോഹരമായ വരികൾ എത്രയോ പ്രിയപ്പെട്ടവർക്ക് പിന്നീട് ആശ്വാസമായിട്ട് പ്രചോദനമായിട്ട് തീർന്നു. കരുണയുടെ കരത്തിന്റെ കരുതലില്ലാത്ത ഒരു നിമിഷവും ഈ മരുവിലിൽ എനിക്ക് എന്ന് കർത്താവിന്റെ ദാസൻ പാടിയപ്പോൾ ആ കരുണയുടെ കരത്തിൽ ആശ്രയിക്കുവാൻ എത്രയോ പേർക്ക് പ്രചോദനം നൽകിയ ഗാനം, എത്രയോ പേരെ ധൈര്യപ്പെടുത്തിയ ഗാനം, ഇതുവരെ എന്നെ കരുതിയ നാഥ. ആ മനോഹരമായ ഗാനം നമുക്ക് തുടർന്ന് ശ്രദ്ധിക്കാം. ബ്രദർ ജിജോ തോമസ് അറ്റ്ലാന്റയിൽ നിന്ന് നമുക്ക് വേണ്ടി ആ ഗാനം ആരംഭിക്കുന്നു.
കരുതിയ നാഥ ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ഇതുവരെ എന്നെ കരുതിയ നാഥ ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. നാം നീ കരുതുകിൽ പിന്നെ കുറവൊരു ചെറുതും വരികില്ല പരനെ. ഗുരുവരനാം നീ കരുതുകിൽ പിന്നെ കുറവൊരു ചെറുതും വരികില്ല പരനെ. ആരികളിൽ നടുവിൽ വിരുന്നൊരുക്കും നീ പരിമല തൈലം പകരുമെൻ ശിരസിൽ. അരികളിൽ നടുവിൽ വിരുന്നൊരുക്കും നീ പരിമല തൈലം പകരുമെൻ ശിരസിൽ. ഇതുവരെ എന്നെ കരുതിയ നാഥ ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. പരിചിതർ പലരും പരിഹസിച്ചെന്നാൽ പരിചിൽ നീ കൃപയാൽ പരിചരിച്ചെന്നെ. പരിചിതർ പലരും പരിഹസിച്ചെന്നാൽ പരിചിൽ നീ കൃപയാൽ പരിചരിച്ചെന്നെ. തിരുച്ചിറകടിയിൽ മറച്ചിരുൾ തീരും വര എനിക്കരുളും അരുമയോടഭയം. തിരുച്ചിറകടിയിൽ മറച്ചിരുൾ തീരും വര എനിക്കരുളും അരുമയോടഭയം. ഇതുവരെ എന്നെ കരുതിയ നാഥ ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. കരുണയൻ കരത്തിൽ കരുതലില്ലാത്ത ഒരു നിമിഷവും ഈ മറുവിലിൽ എനിക്ക്. കരുണയൻ കരത്തിൽ കരുതലില്ലാത്ത ഒരു നിമിഷവും ഈ മറുവിലിൽ എനിക്ക്. ഇരവിലെന്നൊളിയായി പകലൻ തണലായി ഒരു പൊഴുതും നീ പിരിയുകയില്ല. ഇരവിലെന്നൊളിയായി പകലിലൻ തണലായി ഒരു പൊഴുതും നീ പിരിയുകയില്ല. ഇതുവരെ എന്നെ കരുതിയ നാഥ ഇനി എനിക്കെന്നും തവ കൃപ മതിയാം.
മരണത്തിൻ നിഴൽ താഴ്വരയതിലും ഞാൻ ശരണമറ്റവനായി പരിതപിക്കാതെ. മരണത്തിൻ നിഴൽ താഴ്വരയതിലും ഞാൻ ശരണമറ്റവനായി പരിതപിക്കാതെ. വരുമെനിക്കരികിൽ വഴി പതറാതെ കരം പിടിച്ചെന്നെ നടത്തിടുവാൻ നീ. വരുമെനിക്കരികിൽ വഴി പതറാതെ കരം പിടിച്ചെന്നെ നടത്തിടുവാൻ നീ. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. താങ്ക് യു സോ മച്ച് ബ്രദർ. വളരെ ഹൃദ്യമായ ആലാപനത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ് തുടർന്നും സഹായിക്കട്ടെ, ഉപയോഗിക്കട്ടെ. കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് പാടുവാൻ കർത്താവ് കൃപ നൽകട്ടെ. നാം ഇതുവരെ മനോഹരമായ ഗാനങ്ങൾ കേൾക്കുകയായിരുന്നു, ഇനിയും തുടർന്നും കേൾക്കും. നമുക്കറിയാം, ഒരു പിതാവിനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നത് ഒരു മകനാണ്. നാം തുടർന്ന് കേൾക്കാൻ പോവുകയാണ്. ബ്രദർ ജോൺസ് ചെറിയാൻ മധുരയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നു. കർത്താവിൻ്റെ ദാസന്റെ വാക്കുകളിലേക്ക്, ഹൃദ്യമായ ചില ഓർമ്മകളിലേക്ക് ചുരുങ്ങിയ നിമിഷങ്ങൾ മാത്രം നാം പ്രവേശിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ജോൺസ് ചെറിയാൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇങ്ങനെ അവസരം ദൈവം തന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കാന്, അപ്പച്ചന്റെ ഓർമ്മകൾ ഒന്ന് പുതുപ്പിക്കുവാനും, അപ്പച്ചൻ എഴുതിയ പാട്ടുകളുടെ ചില പാട്ടുകളുടെ ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് തന്ന നല്ല അവസരത്തെ ഓർത്ത് സ്തുതിക്കാന്. എനിക്ക് മലയാളത്തിൽ സംസാരിക്കുവാൻ അത്രയും പിടിയില്ല. എന്റെ വിവാഹത്തിന് ശേഷമാണ് മലയാളം കുറച്ചുകൂടി ഞാൻ പഠിച്ചത്. അതിന് മുമ്പ് തമിഴ് തന്നെയായിരുന്നു. മലയാളം സംസാരിക്കുമ്പോൾ തമിഴും ചേർന്ന് വരും. ഇപ്പം കേൾക്കുന്നവർ പറയും ഇത് തമിഴല്ല മലയാളമല്ല തമിഴാളം എന്ന് പറയും. അങ്ങനെ തമിഴാളത്തിലാണ് ഞാൻ ഇപ്പോഴും ചില വാക്കുകൾ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അപ്പച്ചന്റെ കാര്യം ഓർക്കുമ്പോൾ, അപ്പച്ചൻ ദൈവം ഞങ്ങൾ 8 മക്കളെയാണ് തന്നത്. 8 മക്കളിൽ ആദ്യത്തെ എന്റെ മൂത്ത സിസ്റ്റർ ഗ്രേസ്യമ്മ ജനിച്ചപ്പോൾ എഴുതിയ പാട്ടാണ് അനുഗ്രഹത്തിന് അധിപതി. അത് എല്ലാവർക്കും അറിയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പച്ചൻ എഴുതിയ പാട്ട് വളരെ അനുഭവത്തിൽ നിന്ന് എഴുതിയ പാട്ടാണ്. അമ്മച്ചി പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയപ്പോൾ അപ്പച്ചനും കൂടെ പോയി. അപ്പച്ചൻ അമ്മച്ചിയെ കൊണ്ട് ഹോസ്പിറ്റലാക്കി. പിന്നെ നേഴ്സുമാർ പറഞ്ഞു, നീ അകത്ത് വാഴണക്കത്തില്ല, നിങ്ങളിവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് അപ്പച്ചനെ പിടിച്ച് നിർത്തി. അപ്പം അപ്പച്ചൻ വീട്ടിൽ വന്ന് എഴുതിയ ആ പാട്ടാണ് അനുഗ്രഹത്തിന് അധിപതിയെ എന്നുള്ള പാട്ട്. അങ്ങനെ ആ പാട്ടിന് ഇപ്പോൾ 84 വർഷത്തിന്റെ പഴക്കമുണ്ട്. മമ്മിക്ക് ഇപ്പോൾ 84 വയസ്സ് തികയുന്നു. അങ്ങനെ ആ പാട്ട് ഇപ്പോൾ എല്ലാവരും അറിയുന്ന പാട്ടാണ്. മമ്മിയാണ് ആദ്യത്തെ 8 മക്കളുടെ ആദ്യമായിട്ട് കുടുംബത്തിൽ ജനിച്ചത്. പിന്നെ രണ്ടാമത് ജെയിംസ് ആനാണ്. മാമ ഇപ്പോഴും സെക്കൻഡ് ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഭർത്താവ് KV സമീക്ഷാൻ കർത്തവ്യം ചേർത്തപ്പെട്ടു. അവരുടെ മോൻ സ്റ്റാൻലി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സ്റ്റാൻലി സുവിശേഷ മാസികയുടെ വൺ ഓഫ് ദി എഡിറ്റേഴ്സ് ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെയാണ് ജെയിംസ് ചായൻ, മൂത്ത ബ്രദർ. ആ ചായൻ ഇവിടെ മധുരയിലുള്ള പ്രവർത്തനങ്ങൾ സുവിശേഷൻ മാസികയുടെ പ്രവർത്തനം ഏറ്റെടുക്കുകയും പ്രിന്റിംഗ് പ്രസിന്റെ മാസികയുടെ ചുമതല ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തു. ഇപ്പോൾ കത്തസനയിലാണ്. അച്ചായന്റെ മോൻ, ഒരേ മോൻ ബിജു ഹൂസ്റ്റണിലുണ്ട്, ഡാലസിലുണ്ട്. അവനാണ് ആ മാസികയുടെ മാനേജറായിട്ടിരുന്ന് ഇപ്പോഴും മാസികയുടെ ചുമതല ഏറ്റെടുത്ത് നടത്തുന്നു. അങ്ങനെ അപ്പച്ചൻ വിട്ടുപോയ ശുശ്രൂഷകൾ ഒന്ന് തന്നെ മുടങ്ങാതെ നടക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. മൂന്നാമത്തെ സിസ്റ്ററാണ്, ജോധ്പൂരിൽ പ്രവർത്തിക്കുന്നു. ടി ചെറിയാൻ ഭർത്താവ് കത്തസനയിൽ ചേർക്കപ്പെട്ടു. അവരുടെ മൂത്ത മോൻ സ്റ്റീഫൻ ജോധ്പൂരിൽ തുടർന്ന് പ്രവർത്തിക്കുന്നുണ്ട്.
പിന്നെ നാലാമത്തെ സിസ്റ്ററാണ് എൻ്റെ നേരെ മൂത്തത്. ആ സിസ്റ്ററിന്റെ ഭർത്താവാണ് മാത്യു പോൾ. അവർ കോയമ്പത്തൂർ പ്രവർത്തിക്കായിരുന്നു. അച്ചായനും ക്രിസ്ത്യനും ചേർക്കപ്പെട്ടു, അമ്മമ്മയും ചേർക്കപ്പെട്ടു. ഇപ്പോൾ അവരുടെ മക്കൾ ഉണ്ട്. മൂത്ത മോൻ ടിമി കോയമ്പത്തൂർ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ട്രൈബൽ ലാംഗ്വേജിൽ ബൈബിൾ റെക്കോർഡ് ചെയ്യും, അങ്ങനെ പാട്ട് പാടുകയും ദൈവം കർത്താവ് ആ മോനെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അഞ്ചാമത്തെ ആണ്, മക്കളിൽ അഞ്ചാമത്തെ ആണ്, ആൺമക്കളിൽ രണ്ടാമത്തെ. ഞാൻ ദൈവവേളയ്ക്ക് വന്നിട്ട് 79 ആണ് മധുരയ്ക്ക് വന്നത്. ദൈവവേളയ്ക്ക് വരാൻ കാരണമായിരുന്നത് എൻ്റെ പ്രിയ അപ്പച്ചനായിരുന്നു. ഞങ്ങൾ ക്യാമ്പസ് ക്രൂസേഡ് ഫോർ ക്രൈസ്റ്റ് എന്ന സ്ഥാപനത്തിൽ പ്രവർത്തിക്കുകയായിരുന്നു. ബാംഗ്ലൂരിലായിരുന്നു. അവിടെ പ്രവർത്തിച്ച സമയത്താണ് അപ്പച്ചൻ പറഞ്ഞു, നീ ഒരു സ്ഥാപനത്തോടെ പ്രവർത്തിക്കാതെ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൽ പ്രവർത്തനത്തിൽ നീ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ അപ്പച്ചൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങൾ 1979 ക്യാമ്പസ് ക്രൂസേഡ് രാജിവെച്ച് മധുരയിൽ അപ്പച്ചൻ്റെ കൂടെ പ്രവർത്തിക്കാൻ വേണ്ടി കടന്നു വന്നു. 79 തൊട്ട് ഞങ്ങൾ അപ്പച്ചൻ ആരംഭിച്ച ഈ മധുരയിലെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടരുവാൻ തക്കം ദൈവം കുടുംബമായി ഞങ്ങളെ സഹായിക്കുന്നു. ഇവിടെ ഇപ്പോൾ 40 സഭകളാണ് അപ്പച്ചൻ തുടങ്ങിയ സമയത്ത് ഒന്നേ ഉള്ളായിരുന്നു. ഇപ്പം ദൈവം സഹായിച്ച് 40 സഭകളോളം മധുരയും ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഇപ്പം തുടങ്ങിയ ബൈബിൾ സ്കൂൾ പ്രവർത്തനം ഇപ്പോൾ ബൈബിൾ കോളേജായിട്ട് നടക്കുന്നുണ്ട്. ദൈവം ഞങ്ങൾക്ക് 5 മക്കളെ തന്നു. അതിൽ മൂത്തമാണ് സാമാണ്. മധുര ബൈബിൾ കോളേജിന്റെ ചുമതലകൾ ഏറ്റെടുത്ത് നടത്തി വരുന്നുണ്ട്. ആ പ്രവർത്തനം അപ്പച്ചൻ 1955 തുടങ്ങിയ പ്രവർത്തനം ചെറുതായിട്ട് വീട്ടിൽ തന്നെ ചെറിയ കോഴ്സ് 4 മാസ കോഴ്സായിട്ട് തുടങ്ങിയ പ്രവർത്തനം ഇപ്പോൾ 3 വർഷ കോഴ്സായിട്ട് ഡിഗ്രിയും മാസ്റ്റേഴ്സ് ഡിഗ്രിയും ഒക്കെ കൊടുക്കാൻ തക്കവണ്ണം ദൈവം ആ പ്രവർത്തനത്തെ അനുഗ്രഹിച്ചു വരുന്നു. അങ്ങനെ എൻ്റെ ഇളയതായിട്ട് 3 സഹോദരന്മാരുണ്ട്. ഏറ്റവും അടുത്ത എൻ്റെ ഇളയ സഹോദരനാണ് ടൈറ്റസ്. അവനിപ്പോൾ കുടുംബമായിട്ട് ഡാളസിലുണ്ട്. തൻ്റെ മൂത്ത മകളോടുണ്ട്. അവൻ നേരത്തെ ഇതിൽ പങ്കെടുത്ത അപ്പച്ചനെ കുറിച്ച് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടു. അവന് ഹാപ്പി മെലഡി ടീമോട് ചേർന്ന് ഇന്ത്യക്ക് വരുമ്പോൾ പലയിടങ്ങളിൽ പ്രവർത്തനത്തിനായി പോവുകയും പാട്ടുകൾ പാടുകയും ദൈവവചനം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അവന്റെ ഇളയ 2 സഹോദരന്മാർ കർത്തൃസന്നിധി ചേർക്കപ്പെട്ടു. ടോമി ചെറിയാനും ജോസ് ചെറിയാൻ അവർ കർത്തൃസന്നിധി ചേർക്കപ്പെട്ടു. അവൻ 8 മക്കളിൽ 4 മക്കൾ കർത്തൃസന്നിധി ചേർക്കപ്പെട്ടു. ഞങ്ങളിപ്പോൾ 4 മക്കളാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ 4 പേർ ദൈവവേളയിൽ ആയിരിക്കുന്നു. മക്കളുടെ കാര്യം പറയുവാൻ കാരണം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പച്ചൻ വിട്ടുപോയ പ്രവർത്തനങ്ങൾ തുടർന്ന് കർത്താവ് ഞങ്ങളുടെ അടുത്ത് ഉപയോഗിക്കണം. സിസ്റ്റർ അമ്മച്ചിയും കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ട് 1984 അപ്പച്ചൻ പ്രതീക്ഷിക്കാത്ത സമയത്താണ് അമ്മച്ചി പെട്ടെന്ന് ഈ ലോകത്ത് നിന്ന് ഇവിടെ വരെയും യാത്രയായി കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ആ സമയത്ത് എഴുതിയത് ആണ് ഇതുവരെ എന്നെ കരുതിയ നാഥ. അത് മാത്രമല്ല എൻ യേശു എൻ ജീവനെ എന്ന പാട്ടും അപ്പച്ചൻ എഴുതിയ പാട്ടാണ്. അപ്പച്ചന്റെ പുറയിൽ അമ്മച്ചിയായിരുന്നു. അപ്പച്ചൻ മിക്കവാറും യാത്രയിലായിരിക്കും. ഓരോ സ്ഥലങ്ങളിലും പ്രവർത്തനത്തിന് വേണ്ടി പോകുമ്പോൾ അമ്മച്ചിയാണ് എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുന്നത്. അമ്മച്ചി ലോകത്ത് നിന്ന് യാത്രയായി പോയപ്പോൾ അപ്പച്ചൻ അത് വലിയ വിഷമമായി പോയി. ഇനി ആരുണ്ട് എനിക്കെന്നുള്ള ആ ചിന്ത അപ്പച്ചനെ ഭരിക്കുകയും അമ്മച്ചി പോയതിന്റെ വിഷമം കൂടുതലായിട്ട് അപ്പച്ചൻ അനുഭവിക്കുകയും ചെയ്തു. അപ്പോൾ എഴുതിയ പാട്ടാണ് എൻ യേശു എൻ ജീവനെ എന്ന്. ആ പാട്ട് അപ്പച്ചൻ ആ സമയത്ത് എഴുതിയ പാട്ടാണ്. ഉത്തരപേക്ഷിച്ചിടും എന്നൊക്കെ അപ്പച്ചൻ ആ പാട്ടിന്റെ വരികളിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാക്കാം. സ്വകാന്തകാരങ്ങളിൽ എൻ ഏകാന്ത നേരങ്ങളിൽ എൻ കാന്ത നീ ഉള്ളിൽ ആശ്വാസമായി വൈകാതെ നിന്നിടുന്നുള്ള അപ്പച്ചന്റെ അനുഭവത്തിൽ നിന്ന് എഴുതിയ പാട്ടാണ് എൻ യേശു എൻ ജീവനെ. അങ്ങനെ ആ പാട്ട് ഇപ്പോൾ എല്ലാവരും അറിയുന്ന പാട്ടാണ്. ഈ പ്രോഗ്രാമിൽ പാട്ട് പാടുന്നതായിട്ട് അറിയുന്നുണ്ട്. അങ്ങനെ അപ്പച്ചൻ എഴുതിയ പാട്ടുകൾ ഞങ്ങൾക്ക് ആശ്വാസമായിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന അപ്പച്ചന്റെ പാട്ടുകളാണ് ഞങ്ങൾ പാടി അപ്പച്ചന്റെ ജീവിതം പ്രവർത്തനങ്ങൾ ഓർക്കുന്നുണ്ട്. നേരത്തെ സോദൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഹാൾ മുകളിലാണ് താമസിച്ചുകൊണ്ടിരുന്ന അപ്പച്ചൻ അനേക വാടക വീട്ടിൽ താമസിച്ച് കുടിയിൽ ഹാൾ കെട്ടുവാൻ തക്കുന്ന സഹായിച്ച ഹാളിന്റെ മുകളിൽ
താമസമാക്കാൻ വേണ്ടി മോളിൽ ചെറിയ വീട് പണിവേണ്ടൊക്കെ ദൈവം സഹായിച്ചു. ആ വീട്ടില് മുകളിൽ ഒരു റെസ്റ്റ് റൂം പണിയാൻ വേണ്ടി അപ്പച്ചൻ വന്നു. അച്ഛൻ്റെ അമ്മച്ചി വലിയമ്മച്ചി കൂടെ ഉണ്ടായിരുന്നു. താഴെ റെസ്റ്റ് റൂം പോകാൻ വിഷമമാണെന്ന് പറഞ്ഞ് റെസ്റ്റ് റൂം പണിയത് സർവക്കാർക്ക് മൂപ്പന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. സാറ് വീട് സ്വന്തമാക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയും അങ്ങനെ വീട് കാലി ചെയ്യും കൊടുക്കണം, അല്ലെങ്കിൽ വാടക കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് മൂപ്പന്മാർ തുടങ്ങിയപ്പോൾ അപ്പച്ചൻ വല്ലാതെ വിഷമമായി പോയി. ആ സമയത്ത് എഴുതി ഇനിയൊരു പാട്ടാണ് കൈവിടൽ എന്നെ കർത്താവേ എന്നുള്ള പാട്ട്. ആ പാട്ട് അപ്പച്ചൻ ആ സമയത്ത് എഴുതിയ പാട്ടുകൾ ആ പാട്ടും ഒന്നാണ്. ആശ്രയിപ്പാൻ വേറെ എനിക്ക് ആറുമിൽ ഊഴിയിൽ കർത്താവേ എനിക്ക് ആറുമിൽ ഊഴിയിൽ എന്നുള്ള പാട്ട് അപ്പച്ചൻ ആ സമയത്ത് എഴുതിയ പാട്ടാണ്. അങ്ങനെ സ്വന്തം സഭക്കാർ തന്നെ ആ വീട് കാലി ചെയ്യണമെന്നുള്ള പറഞ്ഞപ്പോ വർഷമായി വിചാരിച്ചു. ഞാനുള്ളപ്പം തന്നെ വീട് കാലി ചെയ്യാൻ പറഞ്ഞു. മക്കളുടെ കാര്യത്തിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം കൊടുത്തു. അപ്പോഴാണ് ബൈപ്പാസ് റോഡില് ബൈബിൾ കോളേജിന് വേണ്ടി ഒരു സ്ഥലം ഒരു മിഷണറി കൊടുത്തു. ആ സ്ഥലത്തിൽ ഫൗണ്ടേഷന്റെ അപ്പച്ചൻ വിളക്ക് മേടിച്ച് അവിടെ ബൈബിൾ ഭവൻ പണിവാൻ തക്കണം അപ്പച്ചൻ കർത്താവ് സഹായിച്ചു. അവിടെയാണ് ഇപ്പൊ ഞങ്ങളിപ്പോ താമസിക്കുന്നത്. ബൈബിളും തൊട്ടടുത്ത് ബൈബിൾ സ്കൂളിന്റെ സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ പ്രവർത്തനങ്ങളുടെ ബന്ധത്തിൽ അവിടെ താമസിക്കുന്നു. അങ്ങനെ ആ സമയത്ത് എഴുതിയ പാട്ട് കൈവിടൽ എന്നെ കർത്താവേ എന്ന പാട്ട് ആ സമയത്ത് എഴുതിയ പാട്ടാണ്. പിന്നെ യേശുനാഥ പ്രാണനാഥ യേശുദേവ എന്നുള്ള പാട്ട്, ആ പാട്ട് എഴുതിയത് പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്താണ്. ഞങ്ങളുടെ രണ്ടാം സിസ്റ്റർ മേഴ്സി സെൻ ജോധ്പൂരിലായിരുന്നപ്പോൾ പാകിസ്ഥാൻ അടുത്തുള്ള പട്ടണമായിരുന്നു. യുദ്ധം നടക്കുമ്പോൾ അപ്പച്ചൻ പറഞ്ഞു നീ ഒന്നേറെ അവിടെ ഇരിക്കേണ്ട, യുദ്ധം നടക്കുന്ന സമയത്ത് നീ അവിടെ താമസിക്കേണ്ട, വരാൻ പറഞ്ഞു. അമ്മാമയ്ക്ക് അപ്പച്ചൻ പറഞ്ഞപ്പോൾ അമ്മാമ പറഞ്ഞു ഞങ്ങൾ വരാനൊക്കത്തില്ല, ഇവിടെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ അപ്പച്ചൻ ആ സമയത്ത് എഴുതിയ പാട്ടാണ് പ്രാണനാഥ യേശുദേവ പാടി നീ മതി പാദമൻ ഗതിയെന്ന് പറഞ്ഞ് നീ മതി വേറാറും വേണ്ടി നീചഭൂമിയിൽ ആശ്രയിപ്പാൻ നിമിഷം തോറും മാറിയിടുന്ന മനുഷ്യൻ ഞാൻ ചാടുകയോ എന്നുള്ള പാട്ട് അപ്പച്ചൻ ആ സമയത്ത് എഴുതി അമ്മാമയ്ക്ക് അയച്ചു കൊടുക്കുകയും അങ്ങനെ യാതൊരെതിരായിട്ട് ഒന്നാളും കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ആ ഉറപ്പ് അമ്മാമയ്ക്ക് അപ്പച്ചൻ ആ പാട്ട് മുഖാന്തരം നൽകുകയും ചെയ്തു. ആ ചുറ്റുപാട് 70s അപ്പച്ചൻ ആ പാട്ട് പ്രാണനാഥ യേശുദേവ എന്നുള്ള പാട്ട് എഴുതിയത്. അപ്പച്ചൻ ഓരോ പാട്ടിൽ എഴുതുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അപ്പച്ചൻ്റെ അനുഭവത്തിൽ നിന്ന് എഴുതിയ പാട്ടുകളായതുകൊണ്ട് ഇന്നും ആ പാട്ടുകൾക്ക് വിലയുണ്ട്. അങ്ങനെ ദൈവം അപ്പച്ചനെ എടുത്ത് ഉപയോഗിച്ച് ഇന്നും അപ്പച്ചൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് തുടർവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുവേണ്ടിയാണ് മക്കളുടെ കാര്യം ചുരുക്കമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്ത്. തുടർന്ന് നിങ്ങൾക്ക് പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. മധുരയിൽ പ്രവർത്തിക്കുന്നുണ്ട്. മധുരയിൽ ഇപ്പോൾ 2 അസംബ്ലിയുടെ ചുമതലകൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. തുടർന്ന് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും വെച്ച് പ്രാർത്ഥിക്കുന്ന അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കം ചെയ്യുന്നതാകട്ടെ. ആമേൻ. വളരെ ഹൃദ്യമായ ഓർമ്മകൾക്ക് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. കർത്താവ് പ്രിയ ദാസനെ, പ്രിയ തലമുറകളെ, മക്കൾ, കൊച്ചുമക്കൾ എല്ലാവരും പിതാവിൻ്റെ കാലടികളെ പിന്തുടർന്ന് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പിതാവ് ശേഷിപ്പിച്ചു പോയ ഉത്തരവാദിത്തങ്ങൾ, ശുശ്രൂഷകൾ തലമുറകൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്നല്ലോ. പ്രിയ കുടുംബത്തെ നമുക്ക് തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കാം. നാം ഓർത്തതുപോലെ ഒത്തിരി പ്രതിസന്ധികളുടെയും ഒത്തിരി വെല്ലുവിളികളുടെയും ഒക്കെ മധ്യത്തിലാണ് തൻ്റെ മിഷണറി ദൗത്യം താൻ പൂർത്തീകരിച്ചത്. എങ്ങനെ ഇതൊക്കെ കടന്നുപോയി എന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ ദാസന് പറയാൻ കഴിയുന്ന മറുപടി ഇത്രയേ ഉള്ളൂ: കാരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ, കാരിരും പാണിയും പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് ആ ഭക്ത കൃത്യന്റെ ആശ്വാസമായിരുന്നത്. തുടർന്ന് നാം മനോഹരമായ ആ ഗാനം കേൾക്കാൻ പോവുകയാണ്. സഹോദരൻ ലിജോ ജോർജ് കാൻഡയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നു. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ.
യേശുവിൽ എന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്രയം യേശുവിൽ എന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ തന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കാരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരിരും പാണിയിൽ പാടുള്ള പാണിയ കരുണാ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. കാരീരും പാണിയിൽ പാടുള്ള പാണിയ കരുണാ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. ആശ്രയം യേശുവിൽ എന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കാൽവരിനാഥൻ എൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളോടുങ്ങിയില്ല. കാൽവരിനാഥൻ എൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളോടുങ്ങിയില്ല. മൃത്യുവെ വെന്നവൻ അത്യുന്നതൻ മുന്നിൽ കർത്താധി കർത്താവായി വാഴുന്നവൻ, വാഴുന്നവൻ. മൃത്യുവെ വെന്നവൻ അത്യുന്നതൻ മുന്നിൽ കർത്താധി കർത്താവായി വാഴുന്നവൻ, വാഴുന്നവൻ. ആശ്രയം യേശുവിൽ എന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഇത്ര സൗഭാഗ്യം ഇക്ഷീതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി. ഇത്ര സൗഭാഗ്യം ഇക്ഷീതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരേ മന്നിലുള്ളൂ, മന്നിലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരേ മന്നിലുള്ളൂ,
മന്നിലുള്ളൂ. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. തീർച്ചയായിട്ടും നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. എത്ര ഹൃദ്യമായ ആലാപനം. കർത്താവ് പ്രിയ സഹോദരനിലൂടെ ഒരിക്കൽ കൂടെ മനോഹര ഗാനം കേൾക്കാൻ കഴിഞ്ഞല്ലോ. താങ്ക് യു സോ മച്ച്. കർത്താവ് തുടർന്ന് ബലപ്പെടുത്തട്ടെ, ഉപയോഗിക്കട്ടെ. നാം ഓർത്തതുപോലെ ഒത്തിരി അനുഭവങ്ങൾ ഓരോ ഗാനങ്ങളുടെയും പിന്നിലുണ്ട്. പ്രിയ കർത്താവിൻദാസൻ ജോൺസ് ചെറിയാനങ്ങൾ ഇപ്പോൾ ചില ഗാനങ്ങളുടെ പശ്ചാത്തലം നമ്മളോട് പങ്കുവയ്ക്കുകയുണ്ടായി. 1984 ഏപ്രിൽ 1 ഞായറാഴ്ച തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ചില അസ്വസ്ഥതകളുണ്ടായി. എന്നാൽ അതൊക്കെ ഭേദമായി. എന്നാൽ ആശുപത്രിയിലേക്ക് തന്നെ പ്രിയപ്പെട്ടവളെ കൊണ്ടുപോകേണ്ടി വന്നു. അന്ന് ആലപ്പുഴയിൽ ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കുകയായിരുന്നു ചെറിയാൻ സാർ. താൻ ആ മീറ്റിംഗ് കഴിഞ്ഞ് ബുധനാഴ്ച രാവിലെ അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ടവളെ കാണണം എന്ന ആഗ്രഹത്തോടെ മധുരയിലേക്ക് തിരിച്ചെത്തി. അവിടെ ബുധനാഴ്ച പുലർച്ചെ 4 മണിയൊക്കെ ആയപ്പോൾ തൻ്റെ ഭാര്യയെ ആശുപത്രിയിൽ പോയി കാണണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം ചെറിയാൻ സാറിനുണ്ടായി. അദ്ദേഹം ആശുപത്രിയിൽ ചെന്നു. തൻ്റെ പ്രിയപ്പെട്ടവൾ അവിടെ കിടക്കയിലുണ്ട്. തന്നോട് സംസാരിച്ചു. അതിനുശേഷം തൻ്റെ പ്രിയപ്പെട്ടവളുടെ കൈകളോട് ചേർത്ത് പിടിച്ച് ഇരുവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ആശുപത്രിയിലേക്ക് ആ വാർഡിൽ കിടക്കുന്ന തൻ്റെ ഭാര്യയുടെ മുഖത്തേക്ക് ഒരിക്കൽ കൂടെ ചെറിയാൻ സാർ നോക്കി. തൻ്റെ ഭാര്യയെ താൻ അവസാനമായി കാണുകയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. താൻ വീട്ടിലെത്തി. എന്നാൽ വീട്ടിൽ താൻ എത്തും മുമ്പേ ഭാര്യയുടെ വേർപാടിൻ്റെ വാർത്ത തനിക്ക് കേൾക്കാനിടയായി തീർന്നു. എന്നാൽ തളർന്നു പോകാതെ ആ ദൈവദാസൻ ഇങ്ങനെ എഴുതി: എൻ യേശുവേ, എൻ ജീവനെ, എന്നാശ നീ മാത്രമാ. നാം തുടർന്ന് ആ ഗാനം കേൾക്കുന്നു. സിസ്റ്റർ ജോവന ബിജോയ് ബെഹറിൽ നിന്ന് ആ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കും. May God's name be glorified.
എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ. കർത്താവ് ആണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശയെന്ന് ആ പ്രതിസന്ധിയുടെ നിമിഷത്തിൽ പാടാൻ കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തി. പ്രിയ ജോവന മനോഹരമായ ഗാനം ആലപിച്ചു. പ്രിയമകളെ, ദൈവം തുടർന്ന് ഉപയോഗിക്കട്ടെ, ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നാം അടുത്ത ചുരുങ്ങിയ ചില നിമിഷങ്ങൾ ഒരു അനുഭവ സാക്ഷ്യം നാം കേൾക്കാനായിട്ട് പോവുകയാണ്. പ്രിയാങ്കൾ ജേക്കബ് കരവാട്ടെ ന്യൂയോർക്കിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നു. ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള നിമിഷങ്ങളിൽ അദ്ദേഹം തന്റെ ജീവിത സാക്ഷ്യം നമ്മോട് പങ്കുവയ്ക്കും. എല്ലാവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. ഇങ്ങനെ സാക്ഷ്യത്തിനായി ഒരവസരം എനിക്ക് ഉണ്ടാക്കി തന്ന ദൈവത്തെയും അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകരായ സഹോദരന്മാർ ജോൺ ചെറിയാനെയും അതുപോലെ തന്നെ റിജോയ് ബ്രദറിനെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെയുള്ള സംരംഭം തുടർന്നും അത് അനുഗ്രഹീതമായി പോകുവാനായിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ നാട്ടിൽ എൻ്റെ സ്വദേശം പിറവമാണ്. അവിടെ പിറവത്ത് ആണ് ജനിച്ചതെങ്കിലും ഞാൻ വളർന്നതെല്ലാം മൂവാറ്റുപുഴയാണ്. എൻ്റെ വിദ്യാഭ്യാസമെല്ലാം അവിടെയാണ്. അതായത് താഴ്ന്ന ക്ലാസ് മുതൽ LP സ്കൂൾ മുതൽ കോളേജ് വരെ മൂവാറ്റുപുഴയാണ് ഞാൻ ജീവിച്ചത്. 1962 അന്ന് ഞാൻ BCom പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എൻ്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹം, എനിക്ക് എറണാകുളം ഒന്ന് കാണണം. അപ്പൊ അതിനുവേണ്ടി വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ സമ്മതിക്കുകയില്ല, അപ്പച്ചനമ്മ സമ്മതിക്കുകയില്ല തന്നെ വിടാൻ. അത് കാരണം എങ്ങനെയെങ്കിലും ഒന്ന് പോകണം, അവിടെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ ഞാനൊരു ദിവസം, അതായത് 1962 ജനുവരി മാസത്തിലാണ്, ഞാൻ അല്പം പൈസയെല്ലാം സംഘടിപ്പിച്ച് അങ്ങനെ എറണാകുളത്ത് ചെന്നു. എറണാകുളം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ, അന്ന് ഇപ്പോഴുള്ള സ്ഥലത്തല്ല, അവിടെ ബോട്ട് ജെട്ടിക്കടുത്തായിരുന്നു. അവിടെ ഇറങ്ങി അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് റെയിൽവേ സ്റ്റേഷനിലും പോയി അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇടവഴി കൂടി നടന്ന് മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ ഒരു മാളിക വീടിന്റെ മുമ്പിൽ കുറെ പേർ തടിച്ചുകൂടി നിൽക്കുന്നത് കണ്ടു. ഒരു 10-20 പേരുണ്ട്. അപ്പോൾ ഒരു ചേട്ടൻ എന്നെ വന്ന് തടഞ്ഞു പറഞ്ഞു, അവിടെ റിക്രൂട്ട്മെന്റ് നടക്കുകയാണ്, ജോലി കിട്ടാൻ സാധ്യതയുണ്ട്, ഈ ക്യൂവിലേക്ക് കയറി നിന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ജോലി സാധ്യതയാണെങ്കിൽ നല്ല കാര്യമാണല്ലോ എന്ന് വെച്ച് ഞാനും അവിടെ കയറി നിന്നു. അവിടെ കയറി നിന്ന് 10-20 പേർ എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ നമ്പർ വന്നപ്പോൾ അവിടെ ഒരു പട്ടാള ഓഫീസർ, അദ്ദേഹത്തിൻ്റെ പേര് മേജർ വാസുദേവൻ നായർ എന്നായിരുന്നു. അദ്ദേഹം പാലക്കാട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം എന്നെ ഇന്റർവ്യൂ ഒക്കെ ചെയ്തു. എന്നിട്ട് എന്നോട് ചോദിച്ചു, നീ വളരെ ചെറുപ്പമാണല്ലോ, എന്തെടുക്കുന്നു? ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ BCom പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാ പിന്നെ അത് കംപ്ലീറ്റ് ആക്കിക്കൂടെ? അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ, വീട്ടിൽ വലിയ പ്രയാസമാണ്, ഫീസ് തരാനൊന്നും കഴിവില്ല, അത് കാരണം എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്ന് വെച്ച് ഞാൻ നടക്കുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഓക്കെ. അങ്ങനെ അദ്ദേഹം എന്നെ സ്റ്റോർ കീപ്പറായിട്ട് അപ്പോയിന്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ജനുവരി അവസാനം നീ പോകാനായിട്ട് തയ്യാറെടുപ്പോടുകൂടി സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വരണം.
അവിടെ ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തു തരുമെന്ന് പറഞ്ഞു. അങ്ങോട്ട് എന്നെ വിട്ടു. ഞാൻ വീട്ടിൽ ഈ കാര്യം പറഞ്ഞില്ല. പോകുന്നതിന്റെ 2 ദിവസം മുമ്പാണ് ഞാനിത് പറയുന്നത്. ഞാൻ പോവുകയാണ്. എങ്ങോട്ടാ പോണേ? അപ്പൊ അന്ന് ഞാൻ കേട്ടത് മിസൗറി എന്നാണ്. മിസൗറി മിസിസിപ്പി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഫോറിൻ കൺട്രി ആയിരിക്കുമല്ലോ എന്ന് വെച്ചാൽ ഞാൻ പോകുന്നത്. ഏതായാലും അവിടെ ചെന്ന് UP-യിലെ റൂർക്കി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്നെ കൊണ്ടുചെന്നത്. അവിടെ അപ്പോൾ വലിയൊരു മൈതാനത്ത് ഇങ്ങനെ അനേക ബാരക്കുകളും അതേമാതിരി ടെന്റുകളും അടിച്ച് ഒരു വലിയൊരു പ്രദേശത്ത് എന്നെ കൊണ്ട് ചെന്നിറക്കി. അവിടെ ചെന്നിറക്കിയപ്പോൾ അപ്പൊ തണുപ്പുള്ള സമയമാണ്. ആദ്യമായിട്ട് ക്ലോത്തിങ്സ് അതുമാതിരിയുള്ള കാര്യങ്ങളെല്ലാം തരുവാനായിട്ട് വിട്ടു. ബ്ലാങ്കറ്റ്, റസായി, ഗ്രൗണ്ട് ഷീറ്റ്, പിന്നെ മെസ്റ്റിൻ മഗ്, പിന്നെ യൂണിഫോം, ഇതെല്ലാം വാങ്ങി ഞാൻ അവിടെ വന്നു. രാത്രിയായപ്പോൾ കിടക്കുന്നത് വലിയൊരു ടെന്റിലാണ്. 10-20 പേർ ആ ടെന്റിൽ കിടക്കുന്നു. നിലത്ത് ആ ഗ്രൗണ്ട് ഷീറ്റ് വിരിച്ച് അതിന്റെ മുകളിൽ കമ്പിളിയെല്ലാം ഇട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഞാൻ സ്റ്റോർ കീപ്പർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റോറിലുള്ള ചൗക്കിദാരി പണിയല്ലോ ആയിരിക്കും. എനിക്കറിയാൻ നല്ല സ്റ്റോർ കീപ്പർ എന്താണെന്ന്. ഞാൻ അവിടെ ഏകദേശം 1 മാസത്തോളം ഉണ്ടായിരുന്നു. രാവിലെ എണീക്കണം, വിസിലടിക്കുമ്പോൾ എണീക്കണം. എന്നിട്ട് അവിടെ ഗ്രൗണ്ടിൽ ചെന്ന് എല്ലാവരും ഫാളിൻ ചെയ്യണം. പരേഡ്, ലെഫ്റ്റ് റൈറ്റ് അങ്ങനെയൊക്കെയുള്ള പരേഡെല്ലാം പരിശീലിപ്പിച്ചു. ഞാൻ നേരത്തെ NCC-യിൽ ഉള്ളത് കാരണം അതെല്ലാം എനിക്കറിയാമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവര് ഓരോ ഡ്യൂട്ടിക്ക് വേണ്ടി ആൾക്കാരെ പറഞ്ഞ് അയക്കും. ഇങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ ആൾക്കാർ. ഇത് അതുപോലെ എനിക്ക് വല്ലാത്ത പ്രയാസം. അവിടെ ചെന്ന് ക്യൂ നിൽക്കണം ആഹാരം കിട്ടണമെങ്കിൽ. അങ്ങനെ അവിടെ ആഹാരം കിട്ടുന്നത് എന്താ, ഈ ഉരുളക്കിഴങ്ങ്, ഈ ക്യാരറ്റെല്ലാം ഇട്ട് ഒരു സബ്ജിയും അതുമാതിരി ഈ ഉഴുന്ന് പരിപ്പിന്റെ ഡാലും അതൊക്കെയാണ്. അതേമാതിരി ഈ ശുക്ക റൊട്ടി അല്ലെങ്കിൽ ചപ്പാത്തി, അതാണ് അവർ തരുന്നത്. ഞാനിത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മടുത്തു. എനിക്കാണെങ്കിൽ ഇത് നിന്ന് ശീലമില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ പോയി അദ്ദേഹത്തെ കാണാം. മേജർ വാസുദേവൻ നായരൊക്കെ കാണാനായിട്ട് ഒരു ഇന്റർവ്യൂ എടുത്തു. അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് വീട്ടിൽ പോകണം. അപ്പൊ ചോദിച്ചു അതെന്താ? പറഞ്ഞു, ഇവിടെ വലിയ പ്രയാസമാണ്, എനിക്ക് ആഹാരം പറ്റുന്നില്ല, കാലാവസ്ഥ പറ്റുന്നില്ല. ഉടനെ അദ്ദേഹം എന്നോട് ചോദിച്ചു, എടാ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നീ നിന്റെ വിദ്യാഭ്യാസം BCom പൂർത്തീകരിച്ചിട്ട് വന്നാൽ മതിയെന്ന്. ഇനി നീ നാട്ടിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവരെങ്ങനെയായിരിക്കും നിന്നെ സ്വീകരിക്കുക? നീ നാട്ടുകാരോടും വീട്ടുകാരോടും എല്ലാം പറഞ്ഞു ഞാൻ പോവുകയാണ്, ഫോറിന് പോവുകയാണെന്ന് പറഞ്ഞ് പോയിട്ട് തിരിച്ചു ചെല്ലുന്നത് ശരിയായിരിക്കില്ല. നീ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു റിക്രൂട്ടിംഗ് സെന്ററാണ്. ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ അത് കാരണം നീ ക്ഷമിക്ക്, ഒരു 15 ദിവസത്തിനകം ഞാൻ നല്ലൊരു സ്ഥലത്തേക്ക് നിനക്ക് പോസ്റ്റിംഗ് തരാമെന്ന് പറഞ്ഞു. എനിക്ക് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് പോസ്റ്റിംഗ് കിട്ടി. അത് മിസാമറി എന്ന് പറഞ്ഞ സ്ഥലം അങ്ങോട്ടായിരുന്നു. മിസാമറി ആസാമിലുള്ള ഒരു ഇതാണ്. അപ്പൊ അവിടുന്ന് 10-30 കിലോമീറ്റർ വീണ്ടും പോയിട്ട് ഫുട്ഹിൽസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എൻ്റെ ക്യാമ്പ്. ഈ ഫുട്ഹിൽസ് മുതൽ ബൊംഡീല അങ്ങനെ തവാങ് വരെ ഉള്ള റോഡ്, ആ റോഡിന്റെ കൺസ്ട്രക്ഷൻ വർക്കായിരുന്നു ഞങ്ങളുടെ പണി. ഞാൻ പട്ടാളത്തിലായിരുന്നില്ല, സെൻട്രൽ ഗവൺമെന്റിന്റെ ട്രാൻസ്പോർട്ട് ആൻഡ് ഷിപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അപ്പോൾ തന്നെ ആർമി ആക്ട് ചിലതെല്ലാം ഞങ്ങൾക്ക് ആപ്ലിക്കബിളുമായിരുന്നു. അങ്ങനെ അവിടെ കുറെ നാൾ കഴിഞ്ഞു. അപ്പോഴാണ് ചൈനീസ് അഗ്രഷൻ വരുന്നത്. ചൈനീസ് അഗ്രഷൻ വന്നപ്പോൾ അവിടുന്ന് 6 കിലോമീറ്റർ മുകളിൽ വരെ ഈ ചൈനീസ് പട്ടാളം വന്നു.
അതിൻ്റെ വെടിയച്ച കേട്ടപ്പോഴാണ് ലാസ്റ്റിലാണ് ഞാൻ അവിടുന്ന് പോകുന്നത്. കാരണം ഞാൻ അവിടുത്തെ സ്റ്റോർ ഇൻചാർജ് ആയിരുന്നു. എനിക്ക് ട്രെയിനിങ് എല്ലാം തന്നു. ഞാൻ ചൗക്കിദാരല്ല, സ്റ്റോറിൻ്റെ ഇൻചാർജാണ്. അപ്പോൾ എനിക്ക് ട്രെയിനിങ് എല്ലാം തന്നു. ആ കമ്പനിയുടെ കംപ്ലീറ്റ് സ്റ്റോറിൻ്റെ ഉത്തരവാദിത്വമാണ് എനിക്ക്. അങ്ങനെ അവിടെ നിന്ന് റംഗിയായിലേക്ക് പോയി. അവിടെ നിന്ന് അങ്ങനെ പല സ്ഥലത്തേക്കും പോയി. ലാസ്റ്റിൽ 1967 മിസോറാം എന്ന സ്ഥലത്തേക്ക് എനിക്ക് പോസ്റ്റിംഗ് കിട്ടി. അവിടെ അവധി ദിവസങ്ങളിൽ ഇങ്ങനെ നടക്കാൻ പോകുമായിരുന്നു കൂട്ടുകാരുമൊത്ത്. ആ വില്ലേജിൽ പോയി അങ്ങനെ ഒരു വയസ്സായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. പൂച്ചൻ ചാമ എന്നായിരുന്നു പേര്. 95 വയസ്സുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാമായിരുന്നു. അദ്ദേഹവുമായിട്ട് പരിചയപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുകയും ചില പുസ്തകങ്ങളെല്ലാം വായിക്കുകയും, അവിടെ ഇഷ്ടംപോലെ പുസ്തകങ്ങൾ ഇരിപ്പുണ്ട് ഇംഗ്ലീഷിലെല്ലാം. അത് ഞാൻ വായിച്ചു. പീസ് വിത്ത് ഗോഡ് എന്ന പുസ്തകം, ബില്ലി ഗ്രഹാം എഴുതിയ പുസ്തകം വായിച്ചിട്ടാണ് വാസ്തവത്തിൽ ദൈവം എന്താണെന്നും രക്ഷ എന്താണെന്നും എന്താണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും പാപം എന്താണെന്നും പിശാച് എന്താണെന്നുമുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ഒരു ഗ്രാഹ്യം കിട്ടുന്ന കാര്യം. ഞാൻ യാക്കോബായ കുടുംബത്തിൽ ജനിച്ചു വളർന്നവനാണെങ്കിലും ഈ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ നിശ്ചയമില്ലായിരുന്നു. നമ്മളെ വിട്ട് പഠിപ്പിക്കുന്നുമില്ല. അങ്ങനെ അവിടെ വെച്ച് ഞാൻ പല പുസ്തകങ്ങളും വായിക്കുകയും അങ്ങനെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനുള്ള പ്രേരണ എനിക്ക് ലഭിക്കുകയും അങ്ങനെ 1900 ഞാൻ അവിടെ സ്നാനപ്പെടുകയും ചെയ്തു. 1968 ജനുവരി 14 ഞാൻ സ്നാനപ്പെടുകയും ചെയ്തു. അവിടെ നിന്ന് വളരെ സന്തോഷമായിട്ട് അവിടെ ജീവിച്ചു. പിന്നീട് ഞാൻ അവിടെ നിന്ന് എനിക്ക് പോസ്റ്റിംഗ് കിട്ടി. പോസ്റ്റിംഗ് കിട്ടിയപ്പോൾ ഹിമാചൽ പ്രദേശ് ആ ഭാഗത്തേക്കാണ്. അവിടെ ഒരു കൂട്ടായ്മയോ ഒന്നുമില്ല, വല്ലാത്ത തണുപ്പ്. അങ്ങനെ ഞാൻ ആകെപ്പാടെ വിഷമിച്ചു. അങ്ങനെ ഏതായാലും ദൈവം സഹായിച്ച് അവിടെ ഒരു 6 മാസത്തിനുള്ളിൽ എനിക്ക് രാജസ്ഥാനിലേക്ക് പോസ്റ്റിംഗ് കിട്ടി. അങ്ങനെ ഞാൻ അവിടുന്ന് പല സ്ഥലങ്ങളിലേക്കും പോയി. പക്ഷേ ഈ കൂട്ടായ്മ ഇല്ലാത്ത കാരണം ഞാൻ വാസ്തവത്തിൽ ബാക്ക് സ്ലൈഡായിപ്പോയി. അങ്ങനെ ദീർഘവർഷക്കാലം ഞാനിങ്ങനെ ബാക്ക് സ്ലൈഡായിട്ട് ജീവിക്കേണ്ടി വന്നു എന്നുള്ളൊരു ദുഃഖപൂർവമായ കാര്യം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾക്ക് കൂട്ടായ്മ ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീണു പോകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ 2 പേരായിട്ട് വേണം ശേഖരിക്കാനായിട്ട് പോകാൻ. ഒരാൾ വീണാലും മറ്റവൻ താങ്ങി എഴുന്നേൽപ്പിക്കുമല്ലോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ പുസ്തകം വായിച്ചിട്ടാണ് കർത്താവിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ പുസ്തകം വായിച്ച കർത്താവിൽ നിന്നാകുന്നു. നമ്മൾ പാപം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ദൈവമില്ല എന്നും ഈ ബൈബിൾ തെറ്റാണെന്നും സ്ഥാപിക്കാനായിട്ട് നോക്കും. അതിനനുസരിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കാനും എല്ലാം എനിക്ക് സാധിച്ചു. അങ്ങനെ വീഴ്ചയിലായിരുന്നപ്പോഴാണ് എൻ്റെ വിവാഹമെല്ലാം നടക്കുന്നത്. എന്നാൽ 2004 ഇവിടെ ന്യൂയോർക്കിലേക്ക് വരുവാനായിട്ട് എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തി ഉണ്ടായിരുന്നു. അവർ മുഖാന്തരം 2004 ആഗസ്റ്റിൽ ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ അവർ രക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. അവർ മരിച്ചുപോയി. അവർ ഒരു പെന്തിക്കോസ് ബ്ലാക്ക് ചർച്ചിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു, ജോയി, ഞാനിങ്ങനെയാണ് പോണത്, എന്താ ചെയ്യണത്? അപ്പോൾ അവർക്കറിയാം ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണെന്ന്. അപ്പോൾ ഇതേമാതിരി ഇവിടെ അടുത്തൊരു ചർച്ചുണ്ട്, മലയാളികളാണ്. അവിടെ അത് ബ്രദറൻ ചർച്ചാണ്, അവിടെ പോയാലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ അവിടെ ഒരു സഹോദരനുണ്ടായിരുന്നു, ബ്രദർ തങ്കച്ചൻ. അദ്ദേഹം ഞങ്ങളെ വന്ന് പിക്കപ്പ് ചെയ്യുമായിരുന്നു. അങ്ങനെ അവിടെ IBA ബ്രോങ്സിൽ ഞങ്ങൾ പോയി. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ വൈറ്റ് പ്ലെയിൻസ് ഗോസ്പൽ ചാപ്പൽ എന്ന ചർച്ചിൽ ആയിട്ടുള്ള ബന്ധത്തിലാണ് 2018 മുതൽ ഇതുവരേക്കും കർത്താവ് എന്നെ നടത്തുന്നു. ഇനിയും എൻ്റെ സമയം
അതിക്രമിച്ചു പോയി എന്ന് തോന്നുന്നു. ഈ വാസ്തവത്തിൽ പറയാനുള്ള കാര്യങ്ങൾ ഇനി പലതുണ്ട്, പക്ഷേ അതൊന്നും പറയാൻ സമയമില്ല. എന്നിരുന്നാലും ഒരു കാര്യം എനിക്ക് അറിയാം, ദൈവം വിളിച്ചവരെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം തിരിച്ചു കൊണ്ടുപോകാനുള്ള അവസരങ്ങൾ വരും. അത് നമ്മൾ അത് പ്രയോജനപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും വരുവാനായിട്ട് സാധിക്കും. അത് എപ്പോഴും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വാസ്തവത്തിൽ എന്നെ വിശ്വാസത്തിലേക്ക് നടത്തിയ ചില കാര്യങ്ങൾ പറയുവാനാണെങ്കിൽ ഇനിയും 1 മണിക്കൂറോളം വേണ്ടി വരും. അത് കാരണം ഞാനിപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ആദ്യത്തെ ബൈബിളിലെ ആദ്യ വാക്കായ ആദ്യത്തെ വചനമാണല്ലോ, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദി ഹെവൻസ് ആൻഡ് ദി എർത്ത്. അതിന്റെ എബ്രായ പദം ബറഷീത്ത് bara Elohim et ഷമായിം വയേത് ഹാററ്റ്സ്. അതിലെ ബറാഷീത്ത് എന്നുള്ള പദം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദമാണ്. അതിനെക്കുറിച്ച് എനിക്കിപ്പോൾ പറയാനുള്ള നേരമില്ല. അതിന് ഇനി ഒരവസരം കിട്ടുവാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കാം. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഇതിൻ്റെ ഇടയ്ക്ക് ഫേസ്ബുക്കിൽ വെച്ച് പ്രിയപ്പെട്ട എം ഇ ചെറിയാൻ സാറിനെ കാണുവാനും അവിടെ ബ്രദർ എം എം മാത്യു എന്ന് പറഞ്ഞൊരു സഹോദരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് എം ഇ ചെറിയാൻ സാറ് 2 ദിവസം വന്ന് താമസിക്കുകയും ഞങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ പാടിയതായിട്ടുള്ള തുണ എനിക്ക് യേശുവേ എന്നുള്ള പാട്ട് അവിടെ ആര് പാടിയപ്പോൾ അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ ഇന്നും ഓർക്കുന്നു. അത് വാസ്തവത്തിൽ അങ്ങനെയല്ല. തുണ എനിക്ക് യേശുവാം എന്ന യേശുവാം എന്നാണ്, യേശുവേ എന്നുള്ളത് തെറ്റാണെന്ന് പറഞ്ഞതായിട്ട് ഞാനിപ്പോഴും ഓർക്കുന്നു. ആ പാട്ട് ഇന്ന് പാടിക്കേട്ടപ്പോൾ വാസ്തവത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. ഏതായാലും എല്ലാവർക്കും നന്ദി പറയുന്നു. കർത്താവായ യേശുക്രിസ്തു നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. ആമേൻ. വളരെ ചുരുങ്ങിയ നിമിഷങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒത്തിരി അനുഭവങ്ങൾ അദ്ദേഹത്തിന് പങ്കുവയ്ക്കാനുണ്ട്. എന്നാലും നാം കേട്ടതുപോലെ ദൈവം എത്രയോ അത്ഭുതകരമായി തൻ്റെ കുഞ്ഞുങ്ങളെ കരുതുന്നു, പരിപാലിക്കുന്നു, നടത്തുന്നു, തൻ്റെ കൃപയിലേക്ക് കൊണ്ടുവരുന്നു. അതെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിൻ്റെ എല്ലാ പരമാധികാരത്തിനും ദൈവത്തിൻ്റെ എല്ലാ കാര്യപരിപാടികൾക്കും മുമ്പിൽ നമുക്ക് ദൈവത്തിന് എല്ലാ മഹത്വം അർപ്പിക്കാം. കർത്താവിൻ്റെ ദാസനെ ദൈവം തുടർന്ന് ബലപ്പെടുത്തട്ടെ. അനേകർക്ക് ആശ്വാസമായിരിക്കാൻ കർത്താവ് തുടർന്നും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഞാൻ പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ എം ഇ ചെറിയാൻ സാറ് എഴുതിയ ഒത്തിരി മനോഹരമായ ആരാധനാ ഗാനങ്ങളുണ്ട്. എന്നാൽ അതിലേറ്റവും ഓരോ ഗാനങ്ങളും ഒന്നിനൊന്ന് മെച്ചമാണ് എങ്കിലും ഓരോ വരികളിലും ഓരോ ചരണത്തിലും ക്രിസ്തു മഹാത്മ്യം വെളിപ്പെടുത്തുന്ന ഒരു ഗാനമാണ് എം ഇ ചെറിയാൻ സാറിൻ്റെ ഒരു മാസ്റ്റർ പീസ് രചന എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഗാനമാണ് സുന്ദര രക്ഷകനെ എനിക്ക് ആനന്ദകാരണനെ ഇന്നലെയും ഇന്നും എന്നും അനന്യനെ വന്ദനം വന്ദനമേ. അതിന്റെ ആ ഗാനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്ദര രക്ഷകനെ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ആ ഗാനം ഓരോ ചരണത്തിലും ക്രിസ്തു മഹത്വം ഓരോ നിലകളിൽ വെളിപ്പെടുത്തുന്ന മനോഹരമായ ഗാനമാണ്. രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്, ഉന്നത ദേവനാണ്, എന്നെ അത്ഭുതകരമായി സ്നേഹിച്ചവനാണ്, ഷാരോനിലെ റോസയാണ്, എനിക്ക് ആരോമൽ സ്നേഹിതനാണ്. അങ്ങനെ ആ ക്രിസ്തു മഹത്വത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്ന ആ മനോഹരമായ ഗാനം നാം തുടർന്ന് ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. പ്രിയ ആൻ എസ്തർ അലക്സ് പിലായിൽ നമ്മോടൊപ്പം ചേരുന്നു. പ്രിയമകൾ ആ ഗാനം ആലപിക്കും. സുന്ദര രക്ഷകനേ
രാജാതിരാജാവു നീ, എന്നും കർത്താതി കർത്താവും നീ. ഉന്നത ദേവാ നീ എന്നെയും സ്നേഹിച്ച അത്ഭുതം അത്ഭുതമേ. ഉന്നത ദേവാ നീ എന്നെയും സ്നേഹിച്ച അത്ഭുതം അത്ഭുതമേ. സുന്ദര രക്ഷകനേ. ശാരോനിലെ റോസ നീ, ശാരോനിലെ റോസ നീ, എനിക്കാരോമ സ്നേഹിതൻ നീ. എന്മേൽ വീരിച്ച നിൻ സ്നേഹക്കോടിക്കീഴ് എന്നുമെൻ വിശ്രമമേ. എന്മേൽ വീരിച്ച നിൻ സ്നേഹക്കോടിക്കീഴ് എന്നുമെൻ വിശ്രമമേ. സുന്ദര രക്ഷകനേ. മുന്നേറുന്നവൻ നീ, മുന്നേറുന്നവൻ നീ, മാറാതെന്നും ഇരിപ്പവൻ നീ. വന്നവൻ നീയേ, വരാനുള്ളവൻ നീയേ, വന്ദിത വല്ലഭനേ. വന്നവൻ നീയേ, വരാനുള്ളവൻ നീയേ, വന്ദിത വല്ലഭനേ. സുന്ദര രക്ഷകനേ. സുന്ദര രക്ഷകനേ. സുന്ദര രക്ഷകനേ. എനിക്കാനന്ദ കാരണനേ. ഇന്നലെയുമെന്നുമെന്നും അനന്യനെ വന്ദനം വന്ദനമേ. ഇന്നലെയുമെന്നുമെന്നും അനന്യനെ വന്ദനം വന്ദനമേ. സുന്ദര രക്ഷകനേ. മനോഹരമായ ഗാനം ആലപിച്ചു. പ്രിയമകളെ, ദൈവം തുടർന്ന് ഉപയോഗിക്കട്ടെ, ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നാം കർത്താവിന്റെ ദാസൻ സജീവ് മാത്യു, പ്രിയ സഹോദരൻ മെൽബണിൽ നമ്മോടൊപ്പം ചേരുന്നു. എന്നാണ് ഉദയം ഇരുളാണുലകിൽ എന്ന് തുടങ്ങുന്ന ആ മനോഹരമായ ഗാനം കർത്താവിന്റെ ദാസൻ സജീവ് മാത്യു നമുക്ക് വേണ്ടി ആലപിക്കുമ്പോൾ നമുക്ക് വേണ്ടി ആ തൻ്റെ ജീവിതത്തിന്റെ ഒരു എല്ലാ പ്രതിസന്ധികളുടെയും മധ്യത്തിലും തൻ്റെ പ്രത്യാശ, നീതി സൂര്യൻ രോഗോപശാന്തിയോടെ ഉദിച്ചു വരുന്ന ആ മനോഹരമായ ദിവസത്തെ കാത്തോർത്തിരുന്ന ഒരു ഭക്തഭൃത്യനാണ് എം വി ചെറിയാൻ സാറ്. ആ മനോഹരമായ ഗാനം നമുക്ക് തുടർന്ന് ശ്രദ്ധിക്കാം. ബ്രദർ സജീവ് മാത്യു, മെൽബൺ. എന്നാണുദയം ഇരുളാണുലകിൽ നീതി സൂര്യ. എന്നാണുദയം ഓമന പുലരി പൊന്നൊളി വിതറാൻ. ഓമന പുലരി പൊന്നൊളി വിതറാൻ താമസമിനി വരുമോ?
മാസമിനി വരുമോ? എന്നാണുദയം ഇരുളാണുലകിൽ നീതി സൂര്യ എന്നാണുദയം? കുരിശിന്നൊളിയെ കൃപകൾ വിതറും സ്നേഹക്കതിരേ, കുരിശിന്നൊളിയെ പാരിലെ പാപ കുരിരുളകല, പാരിലെ പാപ കുരിരുളകലാൻ വേറൊളിയൊന്നുമില്ലായേ, വേറൊളിയൊന്നുമില്ലായേ. എന്നാണുദയം ഇരുളാണുലകിൽ നീതി സൂര്യ എന്നാണുദയം? ഉലക ജനങ്ങൾ കലഹജലത്തിൽ മുഴുകി മുഴുവൻ, ഉലക ജനങ്ങൾ ദൈവിക ചിന്ത ഹീനരായി ജനത, ദൈവിക ചിന്ത ഹീനരായി ജനത അന്ധരായി വലഞ്ഞിടുന്നേ, അന്ധരായി വലഞ്ഞിടുന്നേ. എന്നാണുദയം ഇരുളാണുലകിൽ നീതി സൂര്യ എന്നാണുദയം? ദൈവത്തിന് സ്തോത്രം. മനോഹരമായ ഗാനത്തിനായിട്ട് കർത്താവിന്റെ ദാസനോട് നന്ദി പറയുന്നു. കർത്താവ് തുടർന്നും സഹായിക്കട്ടെ, ഉപയോഗിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സംഗീത സായാഹ്നത്തിലെ ഏറ്റവും അവസാന ഗാനത്തിലേക്ക് നാം വരികയാണ്. നാം അറിയുന്നത് പോലെ നമ്മുടെ കർത്താവിന്റെ കല്ലറയ്ക്ക് പല നിലകളിലുള്ള സംരക്ഷണം ലോകം ഏർപ്പെടുത്തി. നമുക്കറിയാം, അവിടുത്തെ മതത്തിന്റെ സംരക്ഷണം അവിടുത്തെ മഹാപുരോഹിതന്റെ ചേവകരെ അയച്ച മഹാപുരോഹിതനോട് പറഞ്ഞു, നിങ്ങളാൽ ആകുന്നിടത്തോളം ആളുകളെ കൂട്ടി നിർത്തിക്കൂ. അപ്പം മതത്തിന്റെ എല്ലാ സംരക്ഷണവും ആ കല്ലറയ്ക്ക് കൊടുത്തു. രണ്ടാമത് അവിടുത്തെ രാഷ്ട്രത്തിന്റെ എല്ലാ സംരക്ഷണവും ആ കല്ലറയ്ക്ക് കൊടുത്തു. കാരണം ആ കല്ലറയ്ക്ക് അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായ റോമാ സാമ്രാജ്യത്തിന്റെ ആർക്കും തൊടാൻ കഴിയാത്ത രാജകീയ മുദ്ര കൊണ്ട് ആ കല്ലറയെ അടച്ചു. 3, ആ കല്ലറയ്ക്ക് സൈനിക സംരക്ഷണം ഒരുക്കി. ഒരു വലിയ ഒരു കൂട്ടം സൈനികർ, ഏറ്റവും കരുത്തുള്ള സൈനികർ, ഏറ്റവും ശക്തരായ സൈനികർ ആ കല്ലറയ്ക്ക് കാവൽ നിന്നു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സായാഹ്നത്തിൽ നമുക്ക് ഓർക്കാൻ കഴിയുന്ന ഏറ്റവും ആശ്വാസകരമായ യാഥാർത്ഥ്യം, മതത്തിന്റെ സംരക്ഷണ ഭിത്തികളെ ഭേദിച്ച്, രാഷ്ട്രത്തിന്റെ സംരക്ഷണത്തെ ഭേദിച്ച്, സൈന്യത്തിന്റെ കാവൽ നിരകളെ ഭേദിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. കർത്താവിന്റെ ദാസൻ എം. ഇ. ചെറിയാൻ സാറ് ആ കല്ലറയെ നോക്കി, തുറന്ന കല്ലറയെ നോക്കി പാടി, യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു, ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. കൊല്ലുന്ന മരണത്തിന്റെ ഘോരതര വിഷപ്പല്ല് തകർത്ത് അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ ഇനി തെല്ലും ഭയം കൂടാതെ മൃത്യുവിനെ നമുക്ക് വെല്ലുവിളിക്കാനായിട്ട് കഴിയും.
കർത്താവെ, അങ്ങ് ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങളും ജീവിക്കും എന്ന് നമുക്ക് പാടാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ആ അനശ്വരമായ ഗാനം യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു എന്ന് തുടങ്ങുന്ന ആ മനോഹരമായ ഗാനം നമുക്ക് തുടർന്ന് ശ്രദ്ധിക്കാം. സഹോദരൻ റോയ് ഫിലിപ്പ് ആൻഡ് സിസ്റ്റർ അനിത ന്യൂയോർക്കിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ആ മനോഹര ഗാനം ആലപിക്കും. ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു, ഇഹലോകത്തിൽ കാലിനി വേഗം വരും, രാജരാജനായി വാണിടുക. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാ, ഇനി തെല്ലും ഭയാവിന്റെ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമേ എനിക്കെല്ലാം യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മഞ്ഞിലെല്ലാം നിത്യവാസമേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. ഇനി പിന്നെ ആ വീട്ടിൽ ചെന്നെത്തുന്ന നാളുകൾ എണ്ണിട്ട് കാത്തിടുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. താങ്ക് യു സോ മച്ച്. വളരെ ഹൃദ്യമായ നിലയിൽ ആ ഗാനം വളരെ മനോഹരമായി ഒരിക്കൽ കൂടെ കേൾക്കാൻ കഴിഞ്ഞല്ലോ. പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് കുടുംബമായി ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ, ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നന്ദിയുടെ ചില വാക്കുകളും തുടർന്നുള്ള ശുശ്രൂഷയുടെ നിയന്ത്രണവും കർത്താവിൻ്റെ ദാസൻ ജോൺ ചെറിയാൻ നിർവഹിക്കുന്നതാണ്. കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്തരണത്തിൽ ഇന്ന് സായാഹ്നവും മഹാനായ ദൈവത്തെ പ്രകീർത്തിക്കുവാൻ നമുക്കൊരു അവസരം തന്നു. അതിനായി സ്തുതിക്കുന്നു. ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കർത്താവ് അതിന് നടുവിലെല്ലാം കാത്തു പരിപാലിച്ചു. അനുഗ്രഹപ്പെട്ട രീതിയിൽ അത് പൂർത്തിയാകുവാൻ ദൈവം സഹായിച്ചു. എല്ലാ മഹത്വവും നോവലീനായ ദൈവത്തിന് അർപ്പിക്കുന്നു. കൂടി വന്ന എല്ലാവരെയും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. അവിടെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നുണ്ട്, കേരളത്തിലും മറ്റ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളെല്ലാം. അതിൻ്റെ നടുവിലും ഇത് വളരെ സമയം ഇരുന്ന് ദൈവനാമത്തിന് വേണ്ടി അത് തീർക്കുവാൻ ഇടവന്നല്ലോ. അതിനായി ദൈവത്തിനെ സ്തുതിക്കുന്നു. എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത് ഇത് നന്ദിയുടെ വാക്കുകൾക്ക് വേണ്ടിയാണ്. ഞാൻ ചില വാക്കുകൾ പറയുന്നു. കൂടുതൽ ഞാൻ പാട്ടുകളെക്കുറിച്ച് പറയുന്നില്ല, കാര്യം സമയം അതിക്രമിച്ചുകൊണ്ട് ഞാനതിന് തുനിയുന്നില്ല. ഇതിൻ്റെ വെൽക്കവും ഇൻട്രഡക്ഷനും എല്ലാം പറഞ്ഞ പ്രിയ റിജോയ് ജോൺ സാറിനെ ഓർക്കുന്നു. താൻ കണ്ണൂരിൻ്റെ ഭാഗത്ത് താൻ ചെയ്യുന്ന ശുശ്രൂഷയെ ഓർത്ത് ദൈവത്തിനെ സ്തുതിക്കുന്നു. താൻ സാലയം ഗോസ്പൽ മിനിസ്ട്രീസ് എന്ന ആ ശുശ്രൂഷയെ താൻ നിർവഹിക്കണം. തനിക്ക് ശരീരം ക്ഷീണമുണ്ടെങ്കിലും അതെല്ലാം ചെയ്യുവാൻ ദൈവം ഇടവരുത്തുന്നു. തന്നെ ഓർത്ത് പ്രാർത്ഥിച്ചു. തനിക്ക് ദൈവനാമത്തിലുള്ള നന്ദി പറയുന്നു. അതുപോലെ പ്രാരംഭ പ്രാർത്ഥന പ്രാർത്ഥിച്ച PA ജോൺ അച്ചായനെ ഓർക്കുന്നു. ചാത്തന്നൂരിൽ ഇപ്പം കാലിഫോർണിയയിൽ താൻ താമസിക്കുന്നു. താൻ വളരെ നാളെ ചാത്തന്നൂരിൽ ബൈബിൾ ബാപ്പിസ്റ്റ്
കോളേജ് ബന്ധപ്പെട്ട് രജിസ്റ്റർ ആയിരുന്നു. ഇപ്പം വിശ്രമ ജീവിതം നയിക്കുന്നു. താനും പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ കടന്നു വന്ന് അത് നിറവേറ്റുവാൻ ഇടവരുത്തല്ലോ. ദൈവനാമത്തിൽ ഉള്ള നന്ദി പറയുന്നു. അതുപോലെ ഇത് ഇത്രയും ഭംഗിയായിട്ട് അത് നരേഷൻ പറയുവാൻ പ്രിയ പ്രമോദ് തോമസ് സാറിനെ സഹായിച്ചു. ഈ കാര്യം പറഞ്ഞപ്പോൾ താൻ മഹാരാഷ്ട്രയിലെ സുവിശേഷവുമായി ബന്ധപ്പെട്ടായിരുന്നു. യാത്രയും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനടുവിലും സന്തോഷത്തോടെ ഇത് ലീഡ് ചെയ്യുവാൻ, നരേഷൻ പറയുവാൻ തന്നെ സഹായിച്ചു. താൻ ചെയ്യുന്ന ആത്മീയ ശുശ്രൂഷ എല്ലാം അനുഗ്രഹിക്കണം. ദൈവനാമത്തിന് വേണ്ടി താൻ ചെയ്യുന്ന ശുശ്രൂഷ എല്ലാം ഇതിനു വേണ്ടി നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ പാട്ട് പാടിയ ആൾക്കാരെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കുന്നു. ആദ്യത്തെ പാട്ട് പാടിയ ബ്രദർ ഫിലിപ്പ് ആൻഡ്രൂസ് ഡാലസ് സഹോദരനും അവിടെ ആത്മീയമായ ശുശ്രൂഷ ചെയ്യുന്നതാണ്. വളരെ മനോഹരമായിട്ട് താൻ ആ പാട്ട് പാടുവാൻ ഇടവന്നു. അതുപോലെ പ്രിയ ജോയ്സിനും അതുപോലെ തന്നെ പ്രിയ എബിൻ ബെറും കർത്താവ് ഞങ്ങളുടെ പെർത്തിൽ ഉള്ള സഹോദരന്മാരാണ്. രണ്ടുപേരും ഇന്നും അവർ പങ്കെടുക്കുവാൻ ദൈവം ഇടവന്നു. പിന്നെ ജോയ്സിന്റെ പിതാവാണ് പ്രാരംഭ പ്രാർത്ഥന പ്രാർത്ഥിച്ച PA ജോൺ. എന്തുവായാലും മക്കളുടെ പാട്ട് കേൾക്കുവാനെല്ലാം ഇടവന്നു. അതിനായി സ്തുതിക്കുന്നു. അതുപോലെ പ്രിയ ജിജോ തോമസ്, താനും വളരെ ഈ ആത്മീയമായ ബന്ധത്തിൽ വളരെ ബിസിയുള്ള ആളാണ്. എന്നാലും നമ്മുടെ ഈ ശുശ്രൂഷയിൽ കടന്നു വന്ന് ദൈവനാമത്തിന് വേണ്ടി ഒരു പാട്ട് കൂടെ ഇടവരുത്തി. ജിജോ തോമസിന് സഹോദരന് വേണ്ടി ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അവരുടെ കുടുംബമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതാണ്. സിസ്റ്റർ ഗീത എന്തോ അതുപോലെ തന്നെ ഈ പ്രാവശ്യം അതിന് സാധിച്ചില്ല. എന്തായാലും അടുത്ത പ്രാവശ്യം അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നാലാമത്തെ പാട്ട് പാടിയ പ്രിയ ലിജോ ജോർജ്, കാനഡ. താനും കാനഡ പ്രദേശത്തും അതുപോലെ തന്നെ ആഫ്രിക്കൻ പ്രദേശത്തെല്ലാം തനിക്ക് ആവുന്ന രീതിയിലൊക്കെ ആത്മീയമായ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ തിരക്കാണ്. ഞാൻ അവിടെ പോയി അനുഭവിച്ചിട്ടുള്ളതാണ്. സഹോദരനെ ഇന്ന് കടന്നു വന്ന് ദൈവനാമത്തിന് ഒരു പാട്ട് പാടി ഇടപെടുത്തല്ലോ, അതിനെ സ്തുതിക്കുന്നു. അതുപോലെ ജോനാമോൾ ബിജോയ് ഒരു ബഹ്റിനിൽ നിന്ന് കടന്നു വന്നിപ്പോൾ നാട്ടിൽ മറ്റേ തൻ്റെ വിദ്യാഭ്യാസ ബന്ധപ്പെട്ട ഹയർ സ്റ്റഡീസിന് വേണ്ടി CMC-യിലൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഒരു വഴി തുറന്നു എന്ന് കേൾക്കുവാൻ സഹായിച്ചു. മോളെയും ദൈവനാമത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അവരെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ ആറാമത്തെ പാട്ട് പാടിയ ആനസ്തേർ മോക്ക് അത് ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടു. അതിൻ്റെ ബാക്കപ്പ് ഇല്ലാതെ പോയി, ഇലക്ട്രിക് പ്രശ്നം ഉണ്ടായി. എന്നാലും താനും സുന്ദരരക്ഷകനെ എന്നുള്ള ആ വലിയ അനുഗ്രഹമായിട്ട പാട്ട് താന് ആ പ്രയാസങ്ങളുടെ ഉണ്ടെങ്കിലും നല്ലപോലെ പാടുവാൻ ദൈവം സഹായിച്ചു. ദൈവനാമത്തിൽ ആ മോളോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ വേറെ സജി മാത്യു മെൽബേൺ, താനും വളരെ വൈകിയാണ് മെൽബേണിൽ. എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് താന് വൈകിയാണ് അത് ചൂസ് ചെയ്ത സമയം. എന്നാലും അവിടെ രാത്രി 12:30 ആയാലും താന് ഒരു പാടുവാൻ ദൈവം ഇടവരുത്തി. സജീവേറിനോട് ദൈവനാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ന്യൂയോർക്കിൽ നിന്ന് റോയ് ഫിലിപ്പും അനിത സിസ്റ്റർക്കും അവർക്കും ഇതിൽ പങ്കെടുക്കുവാൻ അനുഗ്രഹപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുവാൻ ദൈവം ഇടവന്നു. അതിനായി സ്തുതിക്കുന്നു. അവർ ചെയ്യുന്ന ആത്മീയമായ ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. സാക്ഷി പറഞ്ഞ പ്രിയ ME ചെറിയാച്ചൻ്റെ മകന് ജോൺ ചെറിയാൻ, എൻ്റെ പേരുമായിട്ട് വളരെ സാമ്യമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അച്ഛനെ കാണുന്നത്. എന്നാലും തന്നെ വളരെ അനുഗ്രഹപൂർണമായി തൻ്റെ ഓർമ്മകൾ 8 മക്കളുടെ കാര്യങ്ങളും പ്രിയ ദേവദാസൻ അനുഭവിച്ച വളരെ ഒറ്റപ്പെടുത്തലും പ്രയാസങ്ങളും അതിൻ്റെ നടുവിലൊക്കെ ദൈവത്തിന് വേണ്ടി കൂടുതൽ ശക്തിയായി നിൽക്കുവാനും ദൈവനാമത്തിന് വേണ്ടി അനേക പാട്ടുകൾ പാടുവാനും കൂടാതെ ആത്മീയമായ ശുശ്രൂഷകളെല്ലാം ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി കടക്കുന്നില്ല. പല കാര്യങ്ങളും തുടങ്ങി വെച്ചത് ME ചെറിയാൻ അച്ചായനാണെന്ന് ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ മധുരയുടെ പ്രദേശത്ത് സാക്ഷി പറഞ്ഞ പോലെ അനേക സഭകൾ അവിടെ അങ്ങനെ ഒരു സഭ ഇല്ലാത്ത സമയത്ത് അനേക സഭകൾ അത് വരുവാൻ സഹായിച്ചു. നമുക്ക് ഇതിനു മുമ്പ് ഇതുപോലെ
ആ, പ്രിയ അവരെ രണ്ട് പേരെയും നമുക്ക് മക്കൾ രണ്ടുപേരുടെ സാക്ഷ്യം നമുക്ക് കേൾക്കുവാൻ സഹായിച്ചു. അതുപോലെ സണ്ണിലായ പ്രിയ നിത്യത പ്രവേശിച്ച പ്രിയ സഹോദരന് വേണ്ടി പുള്ളിക്കാരൻ്റെ സാക്ഷ്യം താൻ കേൾക്കുവാൻ സഹായിച്ചു. അങ്ങനെ അനുഗ്രഹപ്പെട്ട രീതിയിലെല്ലാം അവര് മക്കളും കൊച്ചുമക്കളെല്ലാം ഈ ദൈവവേലയായിട്ട് ബന്ധപ്പെട്ട് അവര് പ്രവർത്തിക്കുന്നു. ലോകത്തിന്റെ പല ഫലഭാഗങ്ങൾ പിതാവിൽ നിന്ന് കിട്ടിയ വളരെ ഊർജം, ദൈവകൃപ അത് മറ്റ് തലമുറകളോളം തുടരുവാൻ സഹായിച്ചു. താനും ചെന്നൈയുടെ പ്രദേശത്ത് പ്രിയ ജോൺ ചെറിയാനച്ചാനെ കാക്കുന്നു. താൻ ചെയ്യുന്ന ആത്മീയ ശുശ്രൂഷകൾ, അതുപോലെ തന്നെ ബൈബിൾ കോളേജുകൾ, മറ്റുള്ള പബ്ലിക്കേഷൻ, അങ്ങനെയെല്ലാം പലതുണ്ട്. അതിൻ്റെ നടുവിലെല്ലാം തന്നെ ദൈവം കൂടുതൽ ബലപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുന്നു, നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പ്രിയ ജോയിച്ചാൻ, കരുവാട്ട ജോയിച്ചാൻ, ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങളുടെ ആത്മീയ ശുശ്രൂഷയെ കാണുന്നതാണ്. ജോയിച്ചാന് ഞങ്ങളുടെ ബൈബിൾ സ്റ്റഡിക്ക് വളരെ ആക്റ്റീവായി ഉള്ള ആളാണ് ജോയിച്ചാൻ. വളരെയേറെ ശാരീരികമായ ക്ഷീണങ്ങൾ തനിക്കുണ്ട്. എന്നാലും അതിൻ്റെ നടുവിലെല്ലാം തന്നെ ബലപ്പെടുത്തി എങ്ങനെ നിരീശ്വരവാദത്തിൽ നിന്ന് എങ്ങനെ ദൈവം തൻ്റെ വിളിച്ചു വേർതിരിച്ചു. ഇന്ന് താൻ അവിടെ ആയിരിക്കുന്ന സ്ഥാനത്ത് തന്നെ കുടുംബമായിട്ട് ന്യൂയോർക്കിന് പ്രദേശത്ത് ആയിരിക്കുന്നു. മക്കളും കൊച്ചുമക്കളൊക്കെ ഉണ്ട്. അതിനടുവിലെല്ലാം തന്നെ എങ്ങനെ ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളത് ഓർത്ത് സ്തുതിക്കുന്നു. താനും വളരെയേറെ ശ്രദ്ധയോടെ ദൈവവചനം പഠിക്കുന്ന ഒരു ജോയിച്ചാനാണ്. നമുക്ക് പുള്ളിക്കാരൻ്റെ ആത്മീയ ജീവിതം കൂടുതൽ അനുഗ്രഹപ്പെടുവാൻ കൂടുതൽ ആ പ്രദേശത്ത്, ന്യൂയോർക്കിൻ പ്രദേശത്തെല്ലാം കൂടുതൽ തനിക്ക് വേണ്ടി താൻ മഹത്വത്തിന് വേണ്ടി കൂടുതൽ ചെയ്യുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഇത്തരണത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദൈവം വളരെ മനോഹരമായി സാങ്കേതികമായ പ്രയാസങ്ങൾ ചെറുതായിട്ടുണ്ടെങ്കിലും അതിൻ്റെ നടുവിലെല്ലാം അത് തീർക്കുവാൻ ഇടവന്നു. കൂടി വന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അതിലേറെ സർവശക്തനായ ദൈവത്തിന് എല്ലാ മഹത്വവും കരയേറ്റുന്നു. ഇപ്പം അവസാനം പ്രാർത്ഥിച്ച് തീർക്കുന്നത് ദേവദാസൻ സജീവി സഹോദരനാണ്. എറണാകുളത്തിൻ്റെ പ്രദേശത്ത് താൻ അനേകമായ ശുശ്രൂഷകളെ സൂമിൽ കൂടെയും അല്ലാതുള്ള ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നു. തന്നെ കോർത്ത് പ്രാർത്ഥിക്കാം. ഇപ്പം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. എല്ലാം മഹത്വം ദൈവത്തിന്, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്നേഹമുള്ള പിതാവേ, ഞങ്ങൾക്കിന്ന് സന്ധ്യയ്ക്കും പ്രഭാതത്തിലുമൊക്കെയായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒന്നുചേരുവാനും ഞങ്ങൾക്ക് ലഭിച്ച ഈ അനുഗ്രഹീതമായ ആത്മീക കൂട്ടായ്മയോർത്തും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ പുത്രൻ മുഖാന്തരം ഞങ്ങൾക്ക് ലഭിച്ച ഈ ഭാഗ്യ പദവിക്കായിട്ട് സ്തോത്രം. ദൈവദാസന്മാരുടെ സാക്ഷ്യങ്ങളിലൂടെ ഞങ്ങൾ അങ്ങയുടെ മഹത്വം ഓർക്കുകയായിരുന്നു. ഞങ്ങളെയും അവിടുന്ന് സ്നേഹിച്ചു. ഈ അനുഗ്രഹീതമായ പദവിയിലേക്ക് ഞങ്ങളെ ഉയർത്തി. ആരാലും പരിഗണിക്കപ്പെടാത്തവരായിട്ട്, അതിന് അർഹതയില്ലാത്തവരായിട്ട് ലോകത്തിൻ്റെ പിന്നാലെ അങ്ങയെ വിട്ട് ഓടിയിരുന്ന ഞങ്ങളെ അങ്ങയുടെ പുത്രനിലൂടെ കണ്ട് സ്നേഹിച്ച് ഞങ്ങളെയും അവിടുത്തെ ഈ അനുഗ്രഹീത പദവിയിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് സ്തോത്രം. ഇന്ന് ഞങ്ങൾക്കൊന്നിച്ച് അകലങ്ങളിലാണ് ഞങ്ങൾ ഇരിക്കുന്നതെങ്കിലും ഏക ആത്മാവിൻ്റെ സഹായത്താൽ ഞങ്ങൾക്ക് ലഭിച്ച ഈ പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടുകൂടെ ഒന്നിച്ചങ്ങെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ഈ അനുഗ്രഹീതമായ സമയത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ വിലയേറിയ ഭൃത്യൻ ധന്യനായ കർത്താവിൻ്റെ ദാസൻ എംഇസിക്കായിട്ട് സ്തോത്രം. പിതാവേ, അവിടുത്തെ വേലയ്ക്ക് വേണ്ടി അവിടുത്തെ മകനെ വേർതിരിച്ചു. അന്യദേശത്ത് എത്രയോ വർഷങ്ങൾ അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ തൻ്റെ പ്രവർത്തനങ്ങളാൽ, തൻ്റെ പ്രസംഗങ്ങളാൽ, തൻ്റെ മാധുര്യമയുള്ള ഗാനങ്ങളാൽ എത്രയോ പ്രിയപ്പെട്ടവർക്ക് അദ്ദേഹം അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ഓർക്കുകയാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് വെല്ലുവിളിയാണ്. ധന്യമായ ജീവിതത്തിനായിട്ട് സ്തോത്രം. പ്രിയ കർത്താവിദാസൻ ജോൺ ചെറിയാൻ ഓർപ്പിച്ചതുപോലെ, പറഞ്ഞതുപോലെ അവർക്ക് കൊടുത്ത മക്കൾക്കായിട്ട് സ്തോത്രം. അവരിൽ ആ തലമുറയിലും അടുത്ത തലമുറയിലും ഇന്നും അനേകർ കർത്താവിനെ അവിടുത്തെ വേലയിലായിരിക്കുന്നു എന്നുള്ള എത്രയോ അനുഗ്രഹീതമായ കേൾവിക്കായിട്ട് സ്തോത്രം.
അനേക ദൈവദാസന്മാരുടെ പരമ്പരകൾ കർത്താവിൽ നിന്ന് പോലും അന്യപ്പെട്ടു പോയ സ്ഥാനത്ത് മാതൃകയോടെ അങ്ങയുടെ മക്കൾ അടുത്ത തലമുറകളെയും അതിനടുത്ത തലമുറകളെയും ഒക്കെ കർത്താവിൻ്റെ വേലയിലേക്ക് ആനയിക്കുവാൻ പ്രോത്സാഹിപ്പിച്ചു. അതിലുപരി അവിടുന്ന് അവരെ ഉപയോഗിച്ചു. അതുകൊണ്ട് സ്തോത്രം. അനുഗ്രഹീതമായ ഗാനങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ആ ഗാനങ്ങൾ ആലപിക്കുവാൻ അവിടുത്തെ മക്കളെ അവിടുന്ന് സഹായിച്ചല്ലോ. ഞങ്ങൾ ഓർത്തതുപോലെ കാലാവസ്ഥയുടെയും നെറ്റ്വർക്കിൻ്റെയൊക്കെ അല്പമായ പ്രയാസമുണ്ടായിരുന്നെങ്കിലും വളരെ അനുഗ്രഹീതമായിട്ട് ആ ശുശ്രൂഷ നിർവഹിക്കുവാൻ ഇവിടുന്ന് കൃപ നൽകിയതുകൊണ്ട് സ്തോത്രം. അവർക്ക് പാടുവാനുള്ള ദൈവകൃപ നൽകി, നല്ല ശബ്ദം നൽകി, നല്ല ഈണം നൽകി, എല്ലാ സാഹചര്യങ്ങളും നൽകിയതുകൊണ്ട് സ്തോത്രം. ഈ ശുശ്രൂഷയുടെ പുറകിൽ പ്രവർത്തിക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കായിട്ട് സ്തോത്രം. അവരെയും ആദരിക്കുന്നു. ഞങ്ങളെ ഈ ദുഷ്ടഭൂമിയിലാക്കിയിരിക്കുമ്പോൾ വളരെ പ്രതിസന്ധികൾ ഞങ്ങൾക്കുണ്ട്. ശാരീരികമായി, മാനസികമായി, ലോകത്തിൽ നിന്നും, സഭയിൽ, ഞങ്ങളുടെ ഈ ഉള്ളിൽ നിന്നും പുറത്തു നിന്നുമൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ദൈവമക്കളെന്ന് ഞങ്ങളെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. എന്നാൽ അവിടെയെല്ലാം ഞങ്ങളെ നിലനിർത്തുന്ന അവിടുത്തെ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. അതിലാശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പാട്ട് പാടിയവരെയും മറ്റു ശുശ്രൂഷകൾ ചെയ്തവരെയും ഒക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും ഞങ്ങൾക്ക് തരുന്ന നാളുകൾ വിശ്വസ്തയോടെ അവിടുത്തെ നാമമഹത്വത്തിനായി മറ്റുള്ളവർക്ക് അനുഗ്രഹമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാ കുറവുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ക്രിസ്തുയേശുവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ.